ദേഷ്യം എന്ന് വെച്ചാൽ വേറെ ടൈപ്പ് ദേഷ്യ. അല്ല അങ്ങനത്തെ, പക്ഷെ പെട്ടെന്ന് കൂളാവുന്നത് ഇക്കയായിരിക്കും. ഇക്കയുടെ ദേഷ്യം എനിക്കുള്ള ദേഷ്യം എന്ന് വെച്ചാൽ അല്ല, ഞാൻ ഇക്കയുടെ അടുത്ത് തീർക്കൂല, വേറെ ആർക്കും തീർക്കൂല. സ്വഭാവമാണ്. ഡോറിലുണ്ട് പാത്രമാണെങ്കിൽ എടുത്ത് വലുതായിട്ട് എറിയും. അങ്ങനല്ല, ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന പാത്രം ടക്കെന്ന് പറഞ്ഞിട്ട് ഡോറാണെങ്കിൽ ഡോറ് അടയ്ക്കും. ഞാൻ വേറെ ഒന്നും ചെയ്തില്ല, ഇത്രേ ചെയ്തുള്ളൂ. അതിനാണ് ഇവന്മാർ ഇങ്ങനെ ബഹളം വെക്കുന്നത്. വേറെ ആർക്കും ഞാൻ അങ്ങനെ ചെയ്യാൻ പോകില്ല. ഇക്കേന്റെ അടുത്ത് ഇപ്പൊ എന്തെങ്കിലുമൊക്കെ പറയണമെങ്കിൽ എല്ലാം മെസ്സേജ് ചെയ്യും. ഡോറൊക്കെ അടച്ചിട്ട് മറ്റേ പ്രോസസ് കഴിഞ്ഞിട്ട് മെസ്സേജ് ചെയ്യും. മഴനില കുളിരുമായി ഈ മനുഷ്യന് റൊമാൻറ്റിക് ആയിട്ടുള്ള വോയിസ് കേട്ടാൽ എങ്ങനെ വിശ്വസിച്ച് വീട്ടിൽ ഇരിക്കും? അതാണ് എന്റെ പ്രശ്നം. എന്റെ പ്രണയത്തിൻ താജ്മഹലിൽ. അപ്പൊ റൊമാൻസും കുഴപ്പമില്ല. 2 വന്നാലല്ലേ ഉള്ളൂ പ്രശ്നം. ഒരു വർഷം ഫോൺ വാങ്ങിച്ചു എന്നാ കുഴപ്പമില്ല ഉറപ്പാണ് എനിക്ക്. അതൊരു വ്യക്തിത്വമുള്ള മനുഷ്യനാണ്, അതുകൊണ്ട് നോക്കൂല നമുക്ക് ഉറപ്പുണ്ടെന്ന്. അരികിൽ പതിയേട നെഞ്ചിൽ ആരോ മൂളും രാഗം, മിഴികൾ മൊഴിയും മധുരം. കൊറേ പെണ്ണുങ്ങൾ ഇങ്ങനെ പുറകെ വരുമ്പോ ചാഞ്ചാടുമെന്നാണ് ചോദിച്ചത്. ഇതുവരെ എന്റെ അടുത്ത് ചാഞ്ചാടിയിട്ടില്ല. എന്നെ കമ്പയർ ചെയ്യുന്ന സമയത്ത് എന്റെ കയ്യിലാണ് കൊറേ മിസ്റ്റേക്കുകളും ഉള്ളത്. മലയാളം വെച്ചാൽ ഞാൻ പറയും ചിലപ്പം അസ്ഥാനത്ത് കയറിയിട്ട് അങ്ങനെയല്ല. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633388575. നജീം അർഷാദും തസ്നിയുമാണ് നമുക്കൊപ്പോൾ ഉള്ളത്. ഹായ്. ഹലോ നജീമേ, ഇന്ന് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് അറിയാമോ? ഐഡിയ സ്റ്റാർ സിംഗർ മുതൽ ഇതുവരെയുള്ള പാട്ടുകളെല്ലാം പാടിക്കാൻ പോവാ. എല്ലാം കംപ്ലീറ്റ് മൊത്തത്തിൽ തീർത്തിട്ടേ പോകാൻ പാടുള്ളൂ എന്നാണ് നിർദ്ദേശം. ഇപ്പോ മഴനില കുളിരുമായി വേനൽ തൂവൽ വീശും, അത് ബിജുപാലിന്റെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടുകളിലൊന്നാണ്. അതിൽ ഈ പൂങ്കാറ്റി വഴിയെ വരാതെ എന്നുള്ള നജീമിന്റെ ശബ്ദം കേൾക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഞങ്ങൾ വെയിറ്റ് ചെയ്യും. സൗമ്യയാണത് പാടിയിരിക്കുന്നത്. രസമായിട്ടാണ് നിങ്ങളുടെ കോംബോ വർക്ക് ചെയ്തിരിക്കുന്നത്. അധികം വർത്താനമില്ല, ആ പാട്ടിൽ തുടങ്ങാം. സ്റ്റാർ സിംഗറിൽ 50 പാട്ട് പാടി. അതിനുശേഷം പിന്നെ എന്റെ ഓർമ്മശക്തി തന്നെ നശിച്ചുപോയി. നല്ല അറിയാവുന്ന പാട്ടാണെങ്കിലും തെറ്റിക്കും, ചിലപ്പം പേടി എന്തെങ്കിലും ബ്ലൈൻഡ് ആവും പെട്ടെന്ന്. ചില വരി ഇപ്പൊ തെറ്റുവാണെങ്കിൽ അറിയാവുന്നവർക്ക് മനസ്സിലാവും. പക്ഷെ ഇക്കയുടെ മുഖത്ത് ആ കള്ളത്തരം, എന്ത് ടൈപ്പ് ഓഫ് കള്ളത്തരം ചെയ്താലും അപ്പൊ തന്നെ പിടിക്കും. ഇതൊരു പ്രശ്നമാണ്. ഇത് പാട്ടിന്റെ കാര്യത്തിൽ മാത്രമല്ല, അത് ഭയങ്കര ഇൻവെസ്റ്റിഗേഷൻ, അതെ, ഒബ്സർവേഷൻ ഭയങ്കരമാണ്. ഞാൻ പറഞ്ഞു ഇവർക്ക് ഡെന്റൽ ഡോക്ടറാണ്, ഡെന്റിസ്റ്റ് ആണ്. ഞാൻ പറഞ്ഞു നിനക്ക് പറ്റിയ പ്രൊഫഷൻ ഇതല്ല, ഇത് ക്രൈം, മറ്റേ ഇൻവെസ്റ്റിഗേഷൻ, CID. മഴനില കുളിരുമായി വേനൽ തൂവൽ വീശും, മൊഴിയിലും മധുരമായി മൗനം കഥ പറയും. പൂങ്കാറ്റ് വഴിയെ വരാതെ കാറ്റിൻ കുളിരറിയും, ഏതോ സുഖമീ നെഞ്ചിൽ നിറയും. മഴനില കുളിരുമായി. ഓരോ സെക്കൻഡിലെ മ്യൂസിക്കും എനിക്ക് കാണാതെ അറിയാം, കാരണം അത്രയും പ്രാവശ്യം ഞാനിത് കേട്ടിട്ടുണ്ട്. ശരിക്കും ബിജുപാലിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവാത്താണ്. സന്തോഷ് വർമ്മയ്ക്ക് ഒപ്പം നല്ല വരികളും കൂടെ ചേരുമ്പോഴാണല്ലോ പാട്ട് മനോഹരമാകുന്നത്. ഈ പ്രണയഗാനങ്ങളെ കേട്ടിട്ട് എങ്ങനെ വീട്ടിൽ മര്യാദക്കിരിക്കും? ഒരുപാട് ആരാധകർ വരില്ലേ? എന്ത് ചെയ്യും? വീട്ടില് പാട്ട് പാടുന്നത് എപ്പോഴും ഇങ്ങനെ മൂളിക്കൊണ്ട് നടക്കും. ഇക്ക വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ മൂളിക്കൊണ്ട് വല്ല വീട്ടിൽ പാടുന്ന കുഴപ്പമില്ല, പുറത്ത് ഞങ്ങളൊക്കെ കേൾക്കും. ഞങ്ങൾ മാത്രമല്ല കേൾക്കുന്നത്, ഒരുപാട് പേരുണ്ട്. അതെങ്ങനെ മാനേജ് ചെയ്യുമ്പോഴാണ് പ്രശ്നം. കുഴപ്പമില്ല.
സത്യമാണോ? ആ കാര്യത്തില് ആ പ്രശ്നങ്ങളൊന്നുമില്ല. ആ എനിക്ക് അതിലിപ്പോ എന്താ എല്ലാവർക്കും എനിക്കും ഇഷ്ടമല്ലേ പാട്ട്, അതേ കൂട്ടനല്ലേ എല്ലാ ആൾക്കാരും. പാട്ട് മാത്രമല്ല, ഈ പാട്ട് കേട്ട് കേട്ട് റൊമാൻറ്റിക് ആയിട്ടുള്ള വോയിസ് ആണ്. അത് കുഴപ്പമില്ല, അത് കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യും. ഒരു കുഴപ്പമില്ല. അപ്പൊ റൊമാൻസും കുഴപ്പമില്ല. എനിക്കങ്ങനെ ടൂവേ വന്നാലല്ലേ ഉള്ളൂ പ്രശ്നം. ഓ, ഇവിടെ ഞാൻ കീ ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട്. ഇല്ല, വിശ്വാസമാണ്. അങ്ങനൊന്നുമില്ല. പക്ഷെ ഈ മനുഷ്യന് റൊമാൻറ്റിക് ആയിട്ടുള്ള വോയിസ് കേട്ടാൽ എങ്ങനെ വിശ്വസിച്ച് വീട്ടിൽ ഇരിക്കും? അതാണ് എന്റെ പ്രശ്നം. എനിക്ക് തോന്നിയിട്ടുണ്ടല്ലോ ഈ മനുഷ്യനോട് അത്രയും സ്നേഹം, കുറച്ചൊരു പൊടിക്ക് കൂടുതൽ. ആരാധകരെയൊക്കെ എങ്ങനെയായിരിക്കും ഈ മനുഷ്യൻ മാനേജ് ചെയ്യുന്നത്? പക്ഷെ ഇങ്ങനെ വിളിക്കാറുണ്ട് ചില മീൻസ് പെൺകുട്ടികളൊക്കെ ആണെങ്കിലും മെസ്സേജ് ഒക്കെ ചെയ്യും. പക്ഷെ റിപ്ലൈ ഒക്കെ ചെയ്യും, നല്ല രീതിക്കാണ്, കുഴപ്പമൊന്നുമില്ല. കുഴപ്പമില്ല. പിന്നെ ഉമ്മയുടെ ഫോണിൽ വിളിക്കും, ഉമ്മച്ചിയുടെ ഫോണിൽ വിളിച്ചിട്ട് കൊറേ പേര് പറയാറുണ്ട്. ഇതൊരു ഭംഗി വാക്കല്ലേ സത്യത്തില്? ഭംഗി വാക്കല്ലേ? അല്ലേ? അല്ല, സത്യമാണ്. സത്യമാണ്, ശരിക്കും സത്യം. എന്താ ചില ഉദ്ദേശിച്ച എനിക്ക് മനസ്സിലായില്ലേ എങ്ങനെ? അല്ല, ഈ മനുഷ്യൻ എന്തെങ്കിലും കള്ളത്തരം ഇല്ലേ? ഇക്കയിൽ കള്ളത്തരോ? ആ, ഇക്കയിൽ കള്ളത്തരം. കള്ളത്തരമൊന്നുമില്ല എന്നില്. പിന്നെ ഉണ്ട് കള്ളത്തരം ഞാൻ പറയും. ഇക്കയിൽ എനിക്ക് അങ്ങനെ കള്ളത്തരമൊന്നും ഇല്ല. പതിവായി ഞാൻ വാച്ച് ചെയ്യുന്നത് കൊണ്ട് വാച്ച് ചെയ്യുന്നോണ്ട് അങ്ങനെ ഇല്ല, കുഴപ്പമൊന്നുമില്ല. പിന്നെ അല്ല, എല്ലാത്തിലും കാണുമല്ലോ കുഞ്ഞു നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നെ തീരെ ചിലതൊക്കെ വിട്ടു തന്നിട്ടുണ്ട്. തിരിച്ചതേപോലെ ചിലതൊക്കെ വിട്ടു കൊടുക്കണം. എന്നെ കമ്പയർ ചെയ്യുന്ന സമയത്ത് എന്റെ കയ്യിലാണ് കുറെ മിസ്റ്റേക്കുകളും ഉള്ളത്. ഇക്ക എന്നെ വെച്ച് നോക്കുമ്പോ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ഉറങ്ങുമ്പോ ഫോൺ എടുത്ത് നോക്കുക, അങ്ങനെയൊക്കെയുള്ള അങ്ങനത്തെ ഒന്നുമില്ലേ? ഒന്നും ചെയ്യില്ല. അല്ലാതെ തന്നെ നമുക്കറിയാം ഇക്കയുടെ പ്രൈവസി. ഇക്ക നേരത്തെ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞോണ്ടാണോ? നമ്മുടെ കാര്യത്തിലല്ല. ഇപ്പം പുറത്ത് എന്തെങ്കിലുമൊക്കെ ഒരു വിഷു വരത്തില്ലേ, ഇപ്പൊ എന്തെങ്കിലുമൊക്കെ നമ്മൾ ആരുടെയെങ്കിലും കാര്യം, അപ്പൊ ഞാനത് ഫുള്ള് ഇങ്ങനെ ചിന്തിച്ച് കൂട്ടും. ഒരു കാര്യം നമ്മൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ A to Z ഞാൻ ചിന്തിച്ചു. അപ്പൊ ഇക്കയുടെ തന്നെ ഞാൻ ഷെയർ ചെയ്യുന്നത്, വേറെ ആർക്കും നമ്മളത് ഷെയർ ശരിയല്ലല്ലോ. അത് വെച്ചിട്ട് ഇക്ക പറയുന്നത് ആക്സിഡന്റലി കോളൊക്കെ ചില സമയത്ത് ഡൈവേർട്ട് ഇട്ടിട്ട് പോകുന്ന സമയത്തൊക്കെ വിളിക്കുന്ന സമയത്ത് ഇവിടെ അറ്റൻഡ് ചെയ്യാറുണ്ട്. ഈ വിളിക്കുന്നവരൊക്കെ എവളുമായിട്ട് സംസാരിക്കുമ്പോ പിന്നെ മറ്റേ ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് എന്ന് പറയുന്ന പോലെ ആ ഒരു മോഡാവും. അതെ, നല്ല കുട്ടി, ഒന്നും പറയുന്നില്ല, വളരെ രസമായിട്ട് ആദിത്യ മര്യാദയോടുകൂടി തന്നെ സംസാരിക്കുന്നു. അപ്പൊ പിന്നെ അവർക്കൊന്നും തിരിച്ചൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥ. ഞാനിപ്പോ വിളിക്കാത്തൊരവസ്ഥയിലോട്ട്. അതെ അതെ, നജീബ്, എന്റെ പ്രണയത്തിൻ താജ്മഹലിൽ. അതെന്ന് വെച്ചാല് നജീബിനെ ശരിക്കും ആദ്യം അടയാളപ്പെടുത്തുന്ന പാട്ടുകളിലൊന്നാണ്. അതൊന്ന് പാടാം. എൻ്റെ പ്രണയത്തിൻ താജ്മഹലിൽ വന്നു ചേർന്നൊരു വനശലഭമേ, എൻ്റെ പ്രണയത്തിൻ താജ്മഹലിൽ വന്നു ചേർന്നൊരു വനശലഭമേ, എൻ്റെ യമുനതൻ തീരങ്ങളിൽ, എൻ്റെ യമൂനതൻ തീരങ്ങളിൽ അറിയാതെ കേഴുന്ന വേഴാമ്പലെ എൻ്റെ പ്രണയത്തിൻ എൻ്റെ പ്രണയത്തിൻ എൻ്റെ പ്രണയത്തിൻ എൻ്റെ പ്രണയത്തിൻ. ഏതൊരു ക്യാമ്പസിൽ നിൽക്കുന്ന ഒരു ഫീലില്ലേ? അടിപൊളിയാ. റോബിൻ തിരുമലയാണ് എഴുതിയതും സംഗീതം ചെയ്തതും. ഇതാണ് ഞാൻ വീണ്ടും ചോദിക്കുന്നത്, എല്ലാ പാട്ടുകളും ഇതേപോലുള്ള പാട്ടുകളാണ്. ഹിറ്റാവുന്ന എല്ലാ പാട്ടിനകത്തും ഒരു റൊമാൻസ് ഉണ്ടാവും. അത് അടിപൊളിയല്ലേ? അപ്പൊ റൊമാൻസ് കുമാരനാണ്. മനസ്സിൽ മാത്രം, പുറത്ത് കാണിക്കാൻ പറ്റില്ല, ഭാര്യതല്ലോ. ശരിക്കും ഈ മനുഷ്യന്റെ പാട്ട് പുറത്തുള്ള നമ്മളൊക്കെ ആസ്വദിക്കുന്ന ഒരു തലമുണ്ട്. എനിക്കും ഇഷ്ടമാണ് ഇക്കയുടെ പാട്ടുകള്. ഇക്കയുടെ ചില സാഡ് സോങ്സ് അങ്ങനത്തെ ഒക്കെ ഇല്ലേ, ചില സാഡ് സോങ്സ് അല്ലെങ്കിൽ എനിക്ക് ചില ഭാഗങ്ങൾ ഇപ്പം പാട്ടിന്റെ ആ ഒരു ഇത് റിപ്പീറ്റ് ചെയ്ത് കേൾക്കാൻ. അല്ലെങ്കിൽ ഇക്കയുടെ പാട്ട് തന്നെ അല്ല,
ഇപ്പൊ പോയിസൊല്ല കൂടാതെ കാതൽ, അതല്ലേ അതല്ലേ കാതൽ റോജ, അങ്ങനത്തെ ഒക്കെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളില്ലേ. അത് കുഞ്ഞുച്ച പാട്ടിന്റെ ഫസ്റ്റ് മുതൽ അങ്ങനെയല്ല, ചില സാധനങ്ങൾ ഭയങ്കര ഫീൽ കൊടുത്തിട്ട് പാടുമ്പോൾ അതിങ്ങനെ റിപ്പീറ്റ് അടിച്ച് രാത്രിയൊക്കെ നമ്മൾ ഉറങ്ങുന്നത്. സാറൊക്കെ ഇങ്ങനെ വേറെ വേറെ മാറ്റിയൊക്കെ പാടില്ലേ? അതേ ഉടിക്കയുടെ പാട്ടുകൾ ഭയങ്കര മെലഡി ഒക്കെ ആയിട്ടുള്ള അത് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. സത്യത്തിൽ ഈ കല്യാണം കഴിക്കുന്നത് ഇത്തരത്തിലൊരു പാട്ടുകാരനോട് ഇഷ്ടം തോന്നിയിട്ടൊന്നും അല്ലല്ലോ, അറേഞ്ച്ഡ് അല്ലേ? ഫുള്ളി അറേഞ്ച്ഡ് മാരേജ്. അന്ന് വന്നിട്ട് പാട്ടൊക്കെ പാടിയല്ലേ? പാട്ട് നോർമലി ഞാൻ പഠിക്കുന്ന സമയത്തായിരുന്നു ഇങ്ങനെ ഒരു ആലോചന പ്രപ്പോസൽ വരുന്നത്. 3rd ഇയറിൽ പഠിക്കുന്ന ടൈമില്. അപ്പൊ ജസ്റ്റ് വന്നൊക്കെ കണ്ട സമയത്ത് ഇക്കയുടെ പാട്ടുകളൊന്നും അറിഞ്ഞൂടായിരുന്നു. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലല്ല വളർന്നത്. അല്ല, ഇക്കയുടെ പാട്ട് അറിയത്തില്ലെന്ന് വെച്ചാൽ ഐഡിയ പ്രൊഫൈൽ അറിയാം, പക്ഷെ സിനിമ അങ്ങനെ ഫോളോ ഐഡിയ സ്റ്റാർ സിംഗർ ഉറപ്പായിട്ട് കണ്ടിട്ടുണ്ട്. അത് കണ്ടിട്ടുണ്ട്, പാട്ടും കാര്യങ്ങളൊക്കെ അറിയാം. പക്ഷേല് ഇക്കയാണ് തൊട്ടു പാടിയത്, അതൊന്നും അറിഞ്ഞു. പക്ഷെ തൊട്ടു എന്നുള്ള പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതെനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ 1st ഇയറോ 2nd ഇയറോ എന്തോ ഈ ഫോണിലൊക്കെ നമ്മൾ കുറേ നേരം റിപ്പീറ്റ് ചെയ്തു. പക്ഷെ അത് ആരാ പാടിയെന്നൊന്നും നമ്മളന്ന് നോക്കത്തില്ലല്ലോ ചെയ്തത്. ഇക്ക പറയുന്ന സമയത്താണ് എനിക്കറിയാവുന്നത് ആ പാട്ട് പാടിയത്. അതിപ്പോഴും പലയിടത്തും പലർക്കും എന്നെ കണ്ടിട്ടാണ്, പാട്ട് കേട്ടിട്ടാണ് ഈ പാട്ട് പാടിയതാണെന്നുള്ള ഇത് ചോദിക്കും. പലർക്കും അറിയില്ല, പലർക്ക് പാട്ട് കേട്ടങ്ങ് പോകാന്നുള്ളതുകൊണ്ട് അത് പാട്ടൊക്കെ എപ്പോഴും എൻ്റെ പ്ലേലിസ്റ്റിൽ ഉണ്ടെന്നൊക്കെ പറയും. പക്ഷെ അതാരാണെന്നുള്ളത് അത് പിന്നെ ചിലത് ഞാൻ പറയുമ്പോഴായിരിക്കും അറിയണത്. പിന്നെ അന്ന് ആ ഒരു ടൈമിലാണ് ഈ സ്മാർട്ട് ഫോൺസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് വരുന്ന ആ ഒരു ടൈം, 2011. അപ്പൊ പിന്നെ കൂടുതൽ ഡീറ്റെയിൽസ് ഭയങ്കര പാവമായിട്ടാണല്ലോ സംസാരിക്കുന്നത്. അല്ലല്ല, ഞാൻ പാവൊന്നുമല്ല. ശരിക്കും പാവൊന്നുമല്ല. ഇങ്ങനെ തന്നെ സംസാരം എന്തോ സാധിച്ചെടുക്കാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പാവാണ്, അങ്ങനൊന്നുമില്ല. പാവൊന്നും അല്ല, വേണ്ടി വന്ന ഒരു പല്ല് പറിക്കും. ജോലി ഉണ്ടല്ലോ, 2 പല്ലില്ല, തീരെ പാവമാണ്. ഇങ്ങനെ ഞാൻ വീണ്ടും 2 ഇങ്ങനെയാണെങ്കിലും വേറൊരു എക്സ്ട്രീം ലെവലുണ്ട്, ഒരു വേറെ മുഖം ഇരിക്കും. അങ്ങനെ ദേഷ്യത്തിന്റെ മുഖമല്ല, കുറച്ചുകൂടെ ഒരു അടിച്ചുപൊളി സെറ്റപ്പാണ് സംസാരമൊക്കെ. ഇല്ല, പിന്നെ ഞാൻ ഈ ഇന്റർവ്യൂസിലൊക്കെ ആണെങ്കിൽ പോലും ആദ്യത്തെയൊക്കെ ഇന്റർവ്യൂ ഇക്കയുടെ കൂടെ ഉള്ള എടുത്ത് നോക്കിയാൽ അറിയാം എന്ത് സംസാരിക്കും. ചിലപ്പം എന്തെങ്കിലും അബദ്ധമൊക്കെ വരുമോ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടും പ്രശ്നം അറിയാമോ, മലയാളം സംസാരിക്കാൻ അല്ല മലയാളം അറിയാം, പക്ഷെ പലതും പറയണത് പറയുമ്പോ തന്നെ പേടി. വേറെ ഈ ഇംഗ്ലീഷ് വലിയ കുഴപ്പമില്ലാതൊക്കെ സംസാരിക്കാൻ അങ്ങനെ. അല്ല മലയാളം വെച്ചാൽ ഞാൻ പറയും ചിലപ്പം അസ്ഥാനത്ത് കയറിയിട്ട് ബേക്കറി കയറി പദാർത്ഥം കഴിക്കുന്നു, അങ്ങനല്ല, കുറച്ചും കൂടി നന്നായിട്ട് പറയാം. അങ്ങനല്ല, മാന്യമായി പറയാൻ ശ്രമിക്കുന്നു. അല്ല മലയാളം എനിക്ക് നന്നായിട്ട് അറിയാം, ഞാൻ സംസാരിക്കുന്നില്ല മലയാളം അറിയാം. പക്ഷെ ചില വാക്കുകൾ പ്രയോഗിക്കണോ വേണ്ടോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ അറിയാം. അത് വളരെ അപരിഷ്കൃതമായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അത് പറയണത് കറക്റ്റ് ആവൂല, പക്ഷെ എനിക്ക് മനസ്സിലാവും അതാണ് ഉദ്ദേശിച്ചെന്നുള്ളത്. അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഞങ്ങൾക്ക് കിട്ടുമെന്ന് ചിലപ്പോ കിട്ടും കേട്ടോ, ഭയങ്കരമായിട്ട് കിട്ടും. നേരത്തെ എന്താ പറഞ്ഞല്ലോ വന്നപ്പോ പറഞ്ഞത് ഇതാണ് അബോധാവസ്ഥ. അത് കോൺഷ്യസ് അത് വീണ്ടും നമ്മൾ അത് ശരിക്കും സത്യതാണ്, അൺകോൺഷ്യസ് ആയിട്ടുള്ള അവസ്ഥയാണ്. പക്ഷെ അത് അബോധാവസ്ഥയല്ല. ഇനി ശരിക്കുള്ള വാക്ക് കണ്ടുപിടിക്കാൻ പോകേണ്ടി വരും. വിദ്യാസാഗർ സാർ പാട്ട് തൊട്ട് തൊട്ട് നോക്കാമോ ഒന്ന് തൊട്ടാവാടി നിന്നെ, വിട്ട് പോകാതെ എന്നും ചുറ്റിയിടാമോ നിന്നെ, പൊള്ളാത്ത ആശയപ്പേച്ച് പോതും നീ ആടിറക്കൂത്ത്, കള്ളാ നീ പേച്ചയമാത്ത് കാതൽ ബടുവാ, തൊട്ട് നോക്കാമോ ഒന്ന് തൊട്ടാവാടി നിന്നെ, വിട്ട് പോകാതെ എന്നും ചുറ്റിയിടാമോ നിന്നെ.
ഇതും ഒരു സൂപ്പർ ഹിറ്റ് ആയിരുന്നു. അതെ 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 അഭിരാമി അത് പാടുന്ന സമയത്ത് അഭിരാമിക്ക് 14 വയസ്സേ ആയിട്ടുണ്ടായിരുന്നു. ഓ, അത് കേട്ടപ്പോഴത്തേക്ക് ഞാൻ ഞെട്ടി. കാരണം എന്ന് വെച്ചാൽ ഭയങ്കര രസമല്ലേ. ഞാനിപ്പോഴും കേൾക്കുന്ന സമയത്ത് ആലോചിക്കും, ശരിക്കും 14 ഉണ്ടായിരുന്നുള്ളൂ. വോയിസ് നല്ല മെച്യൂരിറ്റി. അതെ, ഭയങ്കര രസമുള്ള വോയിസ് ആയിരുന്നു. എനിക്ക് ഈ പറഞ്ഞ പോലെ ആ പാട്ട് ഒരു സ്പെഷ്യലാണ്. കാരണം നമുക്ക് ഒരു മേജർ സിനിമയിൽ ഒരു ഭാഗമാകാൻ പറ്റാന്ന് പറഞ്ഞാൽ ആൽജോ സാറിന്റെ പടം. പെട്ടെന്നാണ് സാറ് വിളിക്കുന്നത്, വിദ്യാസാഗർ സാറ് ചെന്നൈയിൽ പോയിട്ടാണ് ഈ പാട്ട് പാടുന്നത്. വോയിസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വിളിച്ചതാണ്. കാരണം പുള്ളിക്ക് നമ്മളെന്നുള്ള എങ്ങനെയാണ് വേറെ പ്രൊഫൈലൊന്നും അറിയില്ല. പാട്ട് എന്നെ ഡയറക്റ്റ് സ്റ്റേജിൽ വെച്ചിട്ട് അദ്ദേഹം കേട്ടിട്ടുണ്ട് ഒരിക്കൽ. അപ്പൊ അങ്ങനെ ഒന്ന് ടെസ്റ്റ് അടിക്കാൻ വിളിച്ചതാണ്. ഞാനും ആ സിനിമ വരുന്നതിന് കുറച്ച് നാൾക്ക് മുമ്പാണ് അത് അറിഞ്ഞത്, എന്റെ പാട്ടാണ് സിനിമയിൽ ഉള്ളെന്നുള്ളതും. അത് ഭയങ്കര സന്തോഷം തോന്നി. അതിനുശേഷം ഒരുപാട് നല്ല സിനിമകളെല്ലാം മ്യൂസിക് ഡയറക്ടേഴ്സും വിളിക്കുകയും നല്ല നല്ല ഭാഗങ്ങളാവുകയും ചെയ്തു. അതൊരു സ്റ്റാർട്ടിങ് ആയിരുന്നു. അതൊരു നമുക്ക് അതിനു മുമ്പേ പടങ്ങൾ പാടിയിട്ടുണ്ടെങ്കിൽ ഒരു ആസ് എ പ്ലേബാക്ക് സിംഗർ എന്നുള്ള രീതിക്ക് ഒരു പ്രൊഫൈൽ ഉണ്ടാക്കിയെടുക്കാൻ ആ പാട്ട് പെട്ടെന്നൊരു വെളിച്ചം. അതെ അതെ അതെ. ഈ സ്റ്റാർ സിംഗർ ശരിക്കും ആ കാലഘട്ടത്തിന്റെ അത്ഭുതമായിരുന്നു. ഇന്നിപ്പോ തുടർച്ചയായിട്ട് ആവർത്തിക്കപ്പെടുമ്പോൾ നമുക്ക് അതിനകത്തുള്ള അന്നത്തെ ഉള്ളൊരു ഗുമ്മില്ല. പ്രത്യേകിച്ചും ഒരു ഫ്ലാറ്റ് കിട്ടുന്ന നജീബ്, അതായിരുന്നു ഞങ്ങളുടെ മനസ്സിലെ നജീബ് എന്ന് പറയുന്നത്. പാട്ടുപാടി ഒരു ഫ്ലാറ്റ് നേടിയ ഒരു മനുഷ്യനാണ്. പക്ഷെ അന്നത് ആ സമ്മാനം എന്നൊക്കെ പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു അതിനു മുമ്പേ ഒരു സൂപ്പർ സ്റ്റാർ ആണ്, സൂപ്പർ സ്റ്റാർ ഒക്കെ അതിന്റെ അകത്ത്. അപ്പൊ ഇത് പെട്ടെന്ന് ഇത്രയും വലിയ വീടെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അതൊരു മെയിൻ ഒരു ന്യൂസ് വാല്യൂ അതായിരുന്നു അതിന്റെ. അപ്പൊ അതുകൊണ്ട് ഒരുപാട് പേര് ഇപ്പം മത്സരത്തിന് ഇപ്പം പങ്കെടുക്കാനാണെങ്കിൽ പോലും 1.5 ലക്ഷം ആൾക്കാർ അതിൽ ഈ ഓഡിഷന് വേണ്ടിയിട്ട് കൊടുത്ത. അതിൽ നിന്ന് പിന്നെ 20,000 പേരെ അവിടെ നിന്ന് ഇങ്ങോട്ട് വിളിച്ച് ഏഷ്യാനെറ്റിൽ നിന്ന് വിളിച്ചു. പിന്നെയാണ് അതിൽ നിന്ന് ഒരു 101 പേരെ സെലക്ട് ചെയ്ത് ഓഡിഷൻ പോലെ ഷൂട്ട് ചെയ്ത് പിന്നെ അഗൈൻ ഒരു 45 പേരെ സെലക്ട് ചെയ്തിട്ടാണ് പിന്നെ ഒരു വർഷം. പിന്നെ ആ സമയത്ത് ഈ പറഞ്ഞ പോലെ മൊബൈലും ഇന്നത്തെ കാലം പോലെ അല്ലല്ലോ. എല്ലാവരുടെയും പെട്ടെന്ന് ഒരു അവരുടെ സ്ട്രെസ്സിനിടയ്ക്ക് വൈകുന്നേരം TV കാണുകയും അങ്ങനെ ആ ഒരു പ്രോഗ്രാം പെട്ടെന്ന് ജനങ്ങളിലേക്ക് എത്തിച്ചേർന്നതാണ്. പിന്നെ റൗണ്ടുകളാണെങ്കിൽ പോലും വ്യത്യസ്തമാർന്ന റൗണ്ടുകളും. ഇപ്പം ഞാൻ മര്യാദക്ക് ഭയങ്കര ഷൈ ഉള്ള ഒരാളാണ്, വെറുതെ നിന്ന് പാടത്തേ ഉള്ളൂ. മേ ബി ഞാൻ ഒരു നെക്സ്റ്റ് റൗണ്ട് അവരിത് കാണിക്കുമ്പോഴത്തേക്കും ഞാൻ പഞ്ചാബി ആയിട്ട് വരുന്നു. ഫാമിലി റൗണ്ട്, ഓരോ പെർഫോമൻസ് ഇത് കാണാൻ വേണ്ടി ആൾക്കാരിങ്ങനെ കാത്തിരുന്നു. അങ്ങനെയാണ് ആ പരിപാടി ഹിറ്റായത്. ആ ചെറുപ്പക്കാരനാണ് ഫ്ലാറ്റ് കിട്ടിയത്. ആ സമയത്ത് പാടുന്ന സമയത്തൊക്കെ ഈ ഫ്ലാറ്റ് എന്ന് പറയുന്ന മോഹം ഉണ്ടായിരുന്നു മനസ്സിൽ. ഫ്ലാറ്റ് മോഹം എന്ന് പറഞ്ഞാല് ഇപ്പം അങ്ങനെ, കാരണം എന്താണ് ഫ്ലാറ്റ് എന്നുള്ള കാര്യം എനിക്കറിയില്ല സമയം. കാരണം എന്റെ മനസ്സിൽ എന്താണ്, നമ്മൾ ഈ പറഞ്ഞ പോലെ അടുക്കി വെച്ചിരിക്കുന്ന ഒരു വലിയ ഫ്ലാറ്റ് നമുക്ക് കിട്ടും. ആ ഒരു പ്രായം ചെറുതല്ലേ, വീടിന്റെ ഒരു ഇതൊന്നും നമുക്ക് പിന്നെ അത് ആയി വരണതേ ഉള്ളൂ. പിന്നെ എന്താണ് ആ ഒരു സമ്മാനം വലുതാണെന്ന് അറിയാം. അതുപോലെ പിന്നെ ഓരോ റൗണ്ടും പാടുന്നതിന് മുമ്പേ നമ്മളിപ്പം വീട്ടിൽ പാടുന്ന പോലെ അല്ലല്ലോ. ക്യാമറ ഓൺ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൻ്റെ ഒരു 50% വരുള്ളൂ. അതിൻ്റെ കൂടെ ടെൻഷൻ കൂടെ കയറി വന്നാൽ ഒട്ടും പാടാൻ പറ്റില്ല. അപ്പം എങ്ങനെയെങ്കിലും റൗണ്ട് നമുക്ക് നന്നായി പാടാൻ പറ്റണേ എന്നുള്ളൊരിത് മാത്രമേ ഉള്ളൂ. ഉമ്മയും വാപ്പയും എപ്പോഴും കൂടെ ഉണ്ടായിരുന്നു. അവരുടെ മനസ്സിലാണ് ടെൻഷൻ. പിന്നെ അതുപോലെ നന്നായിട്ട് പാടാൻ പറ്റണേ എന്നുള്ളൊരു. അവരും പാടുമായിരുന്നു. വാപ്പയും പാട്ടുകാരാണ്. അപ്പൊ വാപ്പ നന്നായിട്ട് പാടും. വാപ്പ പക്ഷെ ക്ലാസിക്കലായിട്ടൊന്നും പഠിച്ചിട്ടില്ല. പക്ഷെ ഉമ്മച്ചി കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്. ടീച്ചറാണ്, മ്യൂസിക് ടീച്ചറാണ്. ഉമ്മയാണ് ആദ്യത്തെ ഗുരു. അപ്പൊ വീട്ടിൽ ഭയങ്കര പ്രോത്സാഹനം എന്നെ ഇതിലോട്ട് തന്നെ തിരിച്ചു വിടാനും. 2 സഹോദരങ്ങളുണ്ട് എനിക്ക് നേരെ മൂത്തത്. പക്ഷെ അവരൊക്കെ വേറൊരു പ്രൊഫഷനാണ്. എന്നെ ഇതിലോട്ട് 10ാം ക്ലാസ് കഴിഞ്ഞ് നീ പാടിക്കുമെന്ന് പറഞ്ഞു. നന്നായി. അതെ, അങ്ങോട്ട് തിരിച്ചു വിടും. അപ്പൊ വാപ്പയൊക്കെ പാടിക്കൊണ്ടിരുന്ന മിക്കവാറും ബാബുക്കയുടെ ഒക്കെ പാട്ടായിരിക്കും അല്ലേ? പണ്ടത്തെ പഴയ പാട്ടുകൾ, ഒരുപാട് പാട്ടുകൾ. ഏതെങ്കിലും ഓർമ്മയുണ്ടോ വാപ്പ ഇങ്ങനെ ആസ്വദിച്ച് പാടുന്ന പാട്ട്? അപ്പൊ ഓ ദുനിയാ കേ രഖ്വാലേ സുൻ ദർദ് ഭരേ മേരെ നാലേ സുൻ ദർദ് ഭരേ മേരെ നാലേ. ഇത് അപ്പൊ പണ്ട് ഇന്റർ യൂണിവേഴ്സിറ്റിയിലേക്ക് ഫസ്റ്റ്, അന്ന് സിനിമാ പാട്ടൊക്കെ പാടാം കോളേജില്, ഫസ്റ്റ് അടിച്ച പാട്ടുകളാണ്. അപ്പൊ ഇങ്ങനെ ഇരുന്ന് പാടും. ഒരു 5 വിളി ഉണ്ടല്ലോ ലാസ്റ്റത്തെ രഘുവാല എന്നൊക്കെ ഉള്ള
അതൊക്കെ വാപ്പ ഇരുന്ന് പാടും, എപ്പോഴും വീട്ടിൽ പാട്ട് തന്നെയാണ്. പിന്നെ ഓരോന്ന് ഈ ബാബുക്കാരൻ്റെ ഒരു പുഷ്പം, അതുപോലെ സുറുമ എഴുതിയ മെഴികളും. ഞാൻ ആദ്യം പാടുന്നത് ഇതാണ്, മാമലകൾക്കപ്പുറത്ത്, ഇങ്ങനെ വായിലിങ്ങനെ എന്നെ തോളത്തെടുത്ത് വെച്ച് വാപ്പ ഇങ്ങനെ ഉറക്കുന്ന സമയത്ത് ഈ പാട്ട് പാടാറുണ്ട്. ആദ്യം ചെറുതില് അങ്ങനെ പാടിയിട്ടുണ്ടെന്നാണ്. ബാബുക്കയുടെ ഏതെങ്കിലും ഒരു പാട്ട് പാടും? അതെയാ, ശരി. ഒരു പുഷ്പത്തിന്റെ ആരാധികയാണ് കണ്ടേ. ഞാനും എനിക്ക് ഒരു പുഷ്പമാണ്. അതെ അതെ അതെ, ശരി. എന്നാ മാനേജർ പറയുന്ന അനുസരിച്ച്. മാനേജർ പറഞ്ഞു ഒരു പുഷ്പം പാടാൻ. നിഷ്കളങ്ക മുഖമായിട്ടിരിക്കുന്ന ക്രൂരയായ മാനേജറാണല്ലേ. ഒരു പുഷ്പം പാടിയാ മതി എന്നാണ് പറഞ്ഞത്. ഒരു പുഷ്പം പാടിയാ മതി, അതത്രേ ഉള്ളൂ എന്നല്ലേ പറഞ്ഞത്. പാവം പേടിച്ചനുസരിക്കുന്നുണ്ടോ? പാവൊന്നുമല്ല അല്ലേ? പാവല്ലേ ചേട്ടാ, എനിക്ക് അല്ല നജീബ് പാവമാണോന്ന് ചോദിച്ചത്. ഇക്ക പാവാണ്, പക്ഷെ ദേഷ്യമൊക്കെ പിടിക്കും. ഓ, ദേഷ്യം അല്ല, പക്ഷെ അത് തെറ്റെന്റെ കയ്യിലാവുമ്പോഴല്ലേ, അല്ലാണ്ട് വെറുതെ ഇല്ല. നേരത്തെ പറഞ്ഞില്ലേ ഞാൻ വലിയ തെറ്റൊക്കെ ചെയ്യും, അതുകൊണ്ട് എല്ലാവരുടെയും കയ്യിലില്ലേ ചേട്ടാ കൊറേയൊക്കെ കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങളും തെറ്റുകളൊക്കെ. നമ്മളാരും അത്ര പെർഫെക്റ്റ് അല്ലല്ലോ. എന്താണെന്ന് അറിയില്ല, വെറുതെ നിൽക്കുമ്പോ ഞാനൊരു ചവിട്ട് കൊടുക്കും. അല്ല, ചവിട്ടില്ല, എന്തെങ്കിലുമൊക്കെ കുഞ്ഞു കുഞ്ഞു ദേഷ്യം എങ്ങനെയാണെന്നറിയാമോ? ഈ ചവിട്ടും അടിയും ബഹളം അതൊന്നുമല്ല. ഞാൻ നടന്നു പോകുമ്പോ വാതിലിടിഞ്ഞ് വിളി ശബ്ദമൊക്കെ. ഓ, വാതിലില്ല, അങ്ങനല്ല. വാതിലടക്കും, പിന്നെ പാത്രം. എനിക്കുള്ള ദേഷ്യം എന്ന് വെച്ചാ മുഖത്തടിച്ചതാണല്ലേ. ഞാൻ ഇക്കയുടെ അടുത്ത് തീർക്കൂല, വേറെ ആർക്കും തീർക്കൂല. അത് ഒരു ചീത്ത സ്വഭാവമാണ്. ഡോറിലുണ്ട്. ചിലപ്പോ എന്റെ കയ്യില് പാത്രമാണെങ്കിൽ എടുത്ത് വലുതായിട്ട് എറിയും. അങ്ങനല്ല, ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന പാത്രം ടക്കെന്ന് പറഞ്ഞിട്ട് ഡോറാണെങ്കിൽ ഡോറ് അടയ്ക്കും, ഇച്ചിരി ശക്തി കൂടി പോകും. അറിഞ്ഞോണ്ടല്ല, പക്ഷെ ഡോർ അടയ്ക്കേണ്ട ഡോറാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഡോർ അടയ്ക്കുക, അതിൽ എന്തെന്ന് വെച്ചാൽ എനിക്ക് അങ്ങനെ ശബ്ദം കേൾക്കുമ്പോ ഒരു കുളിരല്ലേ. എല്ലാവർക്കും ദേഷ്യം വരുമ്പോ വോയിസ് റേസ് ചെയ്ത് പടാർന്ന് പറഞ്ഞിട്ടല്ലേ, എനിക്ക് അങ്ങനൊന്നും പറ്റൂല. എന്റെ ദേഷ്യം ഞാൻ എന്റെ സാധനങ്ങളിൽ അങ്ങ് തീർക്കും. അങ്ങനത്തെ എനിക്ക് പറ്റൂല. പറ്റണം, രണ്ടു കൊടുക്കണ്ടേ? എനിക്കിപ്പോ ബാക്കിയുള്ളവരുടെ അടുത്താണെങ്കിൽ പോലും ഇപ്പൊ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഒരു വിഷമോ പ്രശ്നമോ വന്നു കഴിഞ്ഞാൽ അതവിടെ അങ്ങ് തീർക്കും എന്ന് വെച്ചാൽ ഞാൻ ചിലത് ഒന്നെങ്കിൽ സ്വന്തം കരയും. കൊറേയൊക്കെ ഇക്കയുടെ കൂടെ ചേർന്നതിന് ശേഷം കിട്ടിയൊരു സ്വഭാവമാണ്. എല്ലാരും വിചാരിക്കും ഇക്കയെടുത്തു നിന്നാണോ ഇത് പഠിച്ചതെന്ന്. അങ്ങനല്ല, ഞാൻ ഇങ്ങനത്തെ ഒരു ഇതല്ല. പെട്ടെന്ന് ഒന്ന് പറഞ്ഞ രണ്ടിന് കരയുന്നൊക്കെ ഒരാളായിരുന്നു. പക്ഷെ കുറച്ചൊക്കെ ഒന്ന് തിരിച്ച് അങ്ങനെ വെച്ചാൽ ചില സ്ഥലങ്ങളിൽ നമ്മൾ അറിയാണ്ടെങ്കിലും പറഞ്ഞു പോകണം, അല്ലെങ്കിൽ അവര് നമ്മളെ ഭയങ്കരമായിട്ട് ഇതാക്കും. അങ്ങനെ ഇക്കയെടുത്തു നിന്നാണ് കുറച്ചെങ്കിലും പഠിച്ചത്. അല്ലല്ല, ഇക്ക പഠിപ്പിച്ചു അങ്ങനല്ല. ഇക്ക ഇപ്പം ഓരോ സിറ്റുവേഷൻ ഞാൻ വീട്ടിൽ വന്ന് പറയൂലോ, വേറെ ആരും എനിക്കില്ലല്ലോ പറയാൻ വേണ്ടിയിട്ട്. വീട്ടിൽ പറയുന്ന സമയത്ത് ഒരു ഫ്രണ്ട് അങ്ങനത്തെ ഒന്നുമില്ല, എല്ലാം ഇപ്പൊ ഇക്ക തന്നെ. ഒറ്റ മോളാണ് വീട്ടില്. അപ്പൊ അതുകൊണ്ട് ഇവർക്ക് ഈ പറഞ്ഞ പോലെ ഭയങ്കര എന്ത് പറഞ്ഞാലും വേറെ രീതിയിൽ ചിലപ്പോ എടുക്കുന്നുണ്ടോ, ഏത് രീതി എടുക്കണമെന്ന് അറിയില്ല. ഭയങ്കര ഈ കരച്ചിലും പെട്ടെന്ന് വരും, ഭയങ്കര ഫീലിങ്സും ഇങ്ങനെ ആയിട്ട് ഇമോഷണൽ ആവും. ഇപ്പം ഈ കടലിൽ നടുക്കടലിൽ വീണ് അവിടെ കിടക്കും, നമ്മള് പിന്നെ കയറൊക്കെ ഇട്ട് ഇക്ക സപ്പോർട്ട് ചെയ്തിട്ട് പല കാര്യങ്ങളിൽ നിന്നും എനിക്ക് റിക്കവർ ചെയ്ത് വരാൻ പറ്റിയിട്ടുണ്ട്. പക്ഷെ അത് ഇക്കയുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് തന്നെ. പക്ഷെ വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ചിലപ്പോ ഇങ്ങനെ ആയിരിക്കൂല എന്റെ അടുത്ത് നിൽക്കുന്ന രീതി. എല്ലാരും നമ്മളെ ചിലപ്പം സഹിച്ചു എന്ന് വരത്തില്ല. അല്ല അത് ഇങ്ങനെ ശരിയാണ്, കറക്റ്റാണ്. ഒരു കാര്യം പ്രശ്നമൊന്നും വന്നില്ല, ഒരു കാര്യം മാത്രം പറഞ്ഞില്ല. അപ്പൊ ഇക്ക തന്നെ പ്രശ്നം ഉണ്ടാക്കുമ്പോഴാണ് നമ്മൾ ഈ ഡോറിലും പാത്രത്തിലും ഒക്കെ തീർന്നത്. അല്ലല്ല, ഇക്കയല്ല. അവിടെയും ഞാനിപ്പോൾ എന്തെങ്കിലും പ്രശ്നം, ഇപ്പം കുഞ്ഞിൻ്റെ ആവട്ടെ, എന്തെങ്കിലും ഫാമിലിയുടെ എന്തെങ്കിലുമൊക്കെ നമ്മളിങ്ങനെ നോർമലി ടോക്ക് വരുന്ന സമയത്ത് ഞാൻ സമ്മതിച്ചു കൊടുക്കൂല എന്ന് വെച്ചാൽ ഇപ്പൊ എന്റെ കയ്യിലാണ് തെറ്റെന്നുണ്ടെങ്കിലും വിട്ടുകൊടുക്കൂല. അത് കറക്റ്റ് അല്ലേ? കാര്യങ്ങള്
ഇപ്പൊ എന്റെ തെറ്റ് ചൂണ്ട് കാണിച്ചാലും അത് കറക്റ്റ് ആയിട്ട് ഞാൻ ചിലപ്പോ അല്ലേ അങ്ങനെ വെച്ചാൽ സമ്മതിച്ചു കൊടുക്കില്ല വെച്ചാൽ അപ്പൊ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും പറയാമെങ്കിൽ എനിക്ക് ദേഷ്യം വരും. അത്രയും ദേഷ്യം വരുമ്പോൾ പാത്രം തീരും. കുഴപ്പമില്ല, 2 പാത്രം നമുക്ക് പുതുതായിട്ട് വാങ്ങിക്കാവുന്ന ഹാംഫുൾ ഒന്നും അല്ല, പാത്രമല്ലേ, ജീവിയൊന്നും അല്ലല്ലോ. കുഴപ്പമില്ല, അങ്ങനെയൊന്നുമില്ല. ചെറിയ പാട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്, നമുക്ക് പാട്ട് കഴിഞ്ഞാൽ ബാക്കി കഥ പറയാം. തുടങ്ങുന്ന ഒരു മുറി മാത്രം തുറക്കാതെ അതിലാണ് ഒരു മുറി മാത്രം തുറക്കാതെ വെക്കാം ഞാൻ, അതിഗൂഢമെന്നൂടെ ആരാമത്തിൽ. ഒരു മുറി മാത്രം തുറക്കാതെ വെക്കാം ഞാൻ, അതിഗൂഢമെന്നൂടെ ആരാമത്തിൽ. സ്വപ്നങ്ങൾ കണ്ടു, സ്വപ്നങ്ങൾ കണ്ടു, നിനക്കുറങ്ങിടുവാൻ പുഷ്പത്തിൻ തൽപ്പമങ്ങ് ഞാൻ വിരിക്കാം. ഒരു പുഷ്പം മാത്രമൻ പൂങ്കുലയിൽ നിർത്താം ഞാൻ, ഒടുവിൽ നീ എത്തുമ്പോൾ ചൂടിക്കുവാൻ. ഒരു ഗാനം മാത്രമൻ ഹൃദയത്തിൽ സൂക്ഷിക്കാൻ, ഒടുവിൽ നീ എത്തുമ്പോൾ ചെവിയിൽ മൂളാൻ. ഇത് നമ്മുടെ ദേശീയഗാനം കൂടിയാണ്. ഇത് എല്ലാവരും പാടുമ്പോഴത്തേക്കും അവരവരുടേതായ സ്റ്റൈലും രസത്തിലുമാണ് പാടുന്നത്. ഈ സ്വന്തമായിട്ട് ഇത് പാടി ആസ്വദിക്കുന്ന ഒരുപാട് മനുഷ്യന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അത് അവരങ്ങനെ ആസ്വദിക്കുന്നത് കാണാൻ കൂടുതൽ ഇഷ്ടം. കാരണം ഇംപ്രവൈസേഷൻ ഇങ്ങനെ വരുത്തി എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. കുറച്ച് കൂടുതൽ ട്രെൻഡിങ്ങിലോട്ടായല്ലേ. അതെ, പണ്ട് ഈ പറഞ്ഞ പോലെ അതുപോലെ പാടുക, അതുപോലെ. പക്ഷെ ഇപ്പൊ കുറച്ചിട്ടൊക്കെ ഇപ്പം സോഷ്യൽ മീഡിയാസ് ഒക്കെ വന്നതിന് ശേഷം ഒരുപാട് കവർ സോങ്സ് അല്ലേ. ഇതിന് ഒരു 10-15 കവർ കാണാം. പാട്ട് പഠിക്കാനൊക്കെ ശ്രമിച്ചോ ഈ മനുഷ്യന്റെ കൂടെ കൂടിയതിനു ശേഷം? അതെനിക്ക് പറ്റുന്ന പണിയല്ലേ. അല്ലേ, ഇവിടെ പാട്ട് പാടും, പക്ഷെ അതിന്റെ ഒരു ബേസിക് അതിന്റെ എങ്ങനെയാണ് അതിന്റെ രീതി, സ്വന്തമായിട്ടൊരു ഇതുണ്ടല്ലോ, ജഡ്ജ്മെന്റ്, സെൽഫ് ജഡ്ജ്മെന്റ് മാത്രമേ ഉള്ളൂ. പക്ഷെ കാരണം അത് ഇപ്പൊ ഞാൻ പാടുന്നത് ശരിയാണോ എന്നൊക്കെയുള്ള അതുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു പാട്ടുകാരനാവും. ആ ഒരു സാധനം. പക്ഷെ പാട്ടുണ്ട് കേട്ടോ ഉള്ളിൽ പാട്ടുണ്ട്, മ്യൂസിക് ഉണ്ട്. ഞാനൊരു പാട്ടൊരു കൊച്ചിന് 2.5 വയസ്സായപ്പോഴത്തേക്കും ഒരു കണ്ടന്റ് ഇറക്കിയായിരുന്നു എന്റെ യൂട്യൂബ് ചാനലിലൂടെ. ഒരു ഫാമിലി സോങ് പോലെ അതില് വെറുതെ അതില് പാടിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. മേജർ രവി സാറിന് വേണ്ടിയിട്ട് ആ പടത്തില് നജീബ് ചെയ്തിട്ടുണ്ടായിരുന്നു, മ്യൂസിക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അത് ചെയ്യുന്നില്ല. അല്ല, മ്യൂസിക്കിനെക്കാട്ടിയും ഇപ്പം പാട്ടെന്നുള്ള ഒരു ഇതിൽ തൊണ്ടയിലുണ്ടല്ലോ, ആ ഒരു പ്രൊഫഷൻ ഉള്ളതുകൊണ്ട് ഇപ്പൊ അത് പോട്ടെ മാക്സിമം. നമുക്കത് മറ്റത് ഉള്ളിൽ തന്നെ ഉണ്ട്, നമ്മുടെ ആത്മാവ് പോലെ സംഗീതം എപ്പോഴും ഉള്ളിലുണ്ട്. പക്ഷെ ഈ പറഞ്ഞല്ലോ ഇൻഡിപെൻഡന്റ് ആയിട്ട് നമുക്കിപ്പോ ഒരു യൂട്യൂബ് ചാനലുണ്ട്. അപ്പൊ അതൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒരു പാഷന്റെ പുറത്ത് ഇങ്ങനെ ഓരോ പാട്ടുകളൊക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. ഈ കെട്ടിയോളാണ് എന്റെ മാലാഖയിലാണ് സ്റ്റേറ്റ് അവാർഡ് കിട്ടുന്നത്. BK ഹരിനാരായണൻ എഴുതിയതാണ്. ആ പാട്ട് ഒന്ന് പാടിയിട്ട് നമുക്ക്. ആത്മാവിലെ വാനങ്ങളിൽ മാലാഖയായി നീയോമലേ, ഒരു വരിയായി മാനസം നിന്നോടായി ചൊല്ലുവാൻ വയ്യാതെ പെയ്യാതെ നെഞ്ചം നീറുന്നിതാ. ആത്മാവിലെ വാനങ്ങളിൽ മാലാഖയായി നീയോമലേ.
ഇത് വില്യംസ് ആയിരുന്നോ? ഇത് വില്യം ഫ്രാൻസിസ്. വില്യം ഫ്രാൻസിസ്. പുള്ളി ഞാൻ ആദ്യമായിട്ട് ചെയ്ത പടത്തിലാണ്. എൻ്റെ അടുത്ത സുഹൃത്താണ്. ഞങ്ങൾ ഈ ബാൻഡ് നേരത്തെ പറഞ്ഞല്ലോ, ബാൻഡ് എന്നുള്ള കോൺസെപ്റ്റ് ഒരു 2012 ചിന്തിച്ചിരുന്നു. അപ്പൊ അന്ന് കുറച്ച് സ്റ്റേജിലൊക്കെ ഞങ്ങൾ നടത്തിയിരുന്നു പ്രോഗ്രാംസ് ഇങ്ങനെ ബാൻഡ് മൂഡിൽ. അപ്പൊ അന്ന് നമ്മൾ ഒരുമിച്ചായിരുന്നു, വില്യവും ഞാനൊക്കെ ഒരുമിച്ചാണ് ബാൻഡൊക്കെ സ്റ്റാർട്ട് ചെയ്ത്. അപ്പൊ അന്നിട്ടുള്ളൊരു ബന്ധമാണ്. മ്യൂസിക് ചെയ്തപ്പോൾ അതിന് ഒരുമിച്ച് കൂടാൻ പറ്റി. ശരിക്കും ഈ മനുഷ്യൻ ഗായകനല്ലെങ്കിൽ പിന്നെ എന്താണ്? ശരിക്കും ഈ മനുഷ്യൻ ആരാണ്? എന്തൊക്കെയാണ് ക്വാളിറ്റീസ് ഒക്കെ? ആർക്കെങ്കിലും ഭയങ്കരമായിട്ട് സഫർ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ വിഷമമൊക്കെ ഉണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അവരെ പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്യാനൊക്കെ പറ്റും. മോട്ടിവേഷൻ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. മോട്ടിവേഷൻ ഒക്കെ കൊടുക്കും. ഒരാളെ നന്നാക്കുക പക്ഷെ നന്നാക്കുമെന്ന് വെച്ചാൽ നമുക്ക് ചിലപ്പോൾ ചില സാഹചര്യങ്ങളിൽ, എനിക്കെന്നല്ല ഓപ്പോസിറ്റ് നിൽക്കുന്നവർക്കാണെങ്കിൽ പോലും ഭയങ്കരമായിട്ട് നമ്മൾക്ക് ഒരു മനുഷ്യന്റെ മോശം അവസ്ഥയിലാണെങ്കിൽ പോലും സംസാരിച്ച് എഫേർട്ട് എടുക്കും. ചിലപ്പം പല റെക്കോർഡിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഷോസ് ഒക്കെ കഴിഞ്ഞിട്ട് ഭയങ്കര ഇതായിട്ടായിരിക്കും. അല്ലെങ്കിൽ ഫ്രണ്ട്സിനാവട്ടെ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പാതിരാത്രി 2 മണി 1 മണി ഇവരൊക്കെ ഇങ്ങനെ സംസാരിക്കാറുണ്ട്. സംസാരിച്ച് എങ്ങനെങ്കിലും അതൊന്നും അവസാനം ഒതുക്കി തീർക്കണം. ആ ഒരു സന്തോഷം. അതെ അതെ അതെ. ആ മനുഷ്യനെയാണ് ഇഷ്ടം. ആ മനുഷ്യനെയാണ് ഇഷ്ടം. അത് മാത്രമേ ഉള്ളൂ ക്വാളിറ്റി. വേറെ ക്വാളിറ്റി ഒന്നും ഇല്ലേ? വേറെ ക്വാളിറ്റി എന്താ? വേറെ കംപ്ലൈന്റ്സ് ഒന്നും ഇല്ല. കംപ്ലൈന്റ്സ് വേണ്ട, ക്വാളിറ്റി പറയുമ്പോ കംപ്ലൈന്റ്സ് എന്തൊരു ഭാര്യയാണ്. അങ്ങനല്ല, കംപ്ലൈന്റ്സ് ഇല്ല. കംപ്ലൈന്റ്സ് ഇല്ല, ഇങ്ങനെയൊക്കെ പൊക്കോളും. ക്വാളിറ്റി നല്ലൊരു മനുഷ്യൻ. ഫുഡൊക്കെ ഡയറ്റ് ഒക്കെ എങ്ങനെ കീപ്പ് ചെയ്യും? അതിലൊന്നും ഒരു രക്ഷയില്ല. ഡയറ്റ് എന്നൊക്കെ പറയും. ഇപ്പൊ ഒരു 5 ദിവസമൊക്കെ കട്ടായിട്ട് ഭയങ്കരമായിട്ട് അത് കഴിക്കത്തില്ല ഇത് കഴിക്കത്തില്ല, ഞാൻ പറയട്ടെ ഫുള്ള് കഴിക്കത്തില്ല പറയും. പക്ഷെ എന്തെങ്കിലും ഒരു സ്മെല്ല് വരുന്നെന്ന് വിചാരിക്കേ, ബിരിയാണി അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ പറയുവാന്ന് വിചാരിക്കുക എനിക്ക് കഴിക്കാൻ എന്ത്, അങ്ങനെയാണെങ്കിൽ ഫുള്ള് നമ്മൾ കാറ്റ് ഊരി വിടുന്നോണ്ട് ഫുള്ള്. പിന്നെ നമ്മൾ ചിലപ്പോ എങ്ങനെങ്കിലും കഷ്ടപ്പെട്ടിട്ടായിരിക്കും കുറച്ച് തരുന്നത്. ഇക്കയുടെ കേസിൽ, ഇപ്പൊ എന്റെ കേസിൽ ഞാൻ ഡയറ്റോ അങ്ങനെയല്ല, മടിയാ മെയിനായിട്ട്. എനിക്ക് നന്നായിട്ട് എനിക്ക് നന്നായിട്ട് വിശക്കുമ്പോ, ഇപ്പൊ വിഷമം വന്നാലും സന്തോഷം വന്നാലും ഭക്ഷണം എനിക്ക് ഭയങ്കരമായിട്ട് കഴിക്കണം. അല്ല സീരിയസ് ആയിട്ട് വിഷമം വന്നാൽ ചിലപ്പോ നമ്മൾ അപ്പൊ കരയൊക്കെ ചെയ്യും, സങ്കടം വരും. ഒരു ബിരിയാണി ബിരിയാണി അല്ല, ഇപ്പൊ നല്ല ടേസ്റ്റ് ഉള്ള, ഇപ്പൊ നല്ല ടേസ്റ്റ് ഉള്ള ഫുഡ് കിട്ടി ആരാ കഴിക്കാത്ത? നമ്മള് കഴിക്കത്തില്ലേ? ഇപ്പം എനിക്ക് സ്വന്തമായിട്ട് ഫുഡ് കഴിക്കുന്നതിനെക്കാട്ടും ഇഷ്ടം ഇപ്പൊ ഉമ്മമാരൊക്കെ ഉണ്ടാക്കി തരുന്ന നല്ല മീൻകറി അങ്ങനത്തെ ഒക്കെ ഇല്ലേ, നന്നായിട്ട് ടേസ്റ്റ് ഉള്ള സാധനം കിട്ടിയാൽ നന്നായിട്ട് ഞാൻ കഴിക്കും. ഇല്ല, ഇക്കയും കഴിക്കും. പക്ഷെ ഇക്കയും ഡയറ്റ് ഒക്കെ ആണെങ്കിലും ഇങ്ങനെ കണ്ണടച്ചിട്ട് ഡയറ്റിന്റെ ഫുഡ് ഒരു സൈഡിൽ കഴിക്കും. ചിലപ്പോ ഞാൻ ഇതാ കഴിക്കുന്നെങ്കിൽ അതും കൂടി കഴിക്കും. അതാണ് എനിക്ക് എന്താണ്, നമുക്ക് കൺട്രോൾ ഇല്ലെന്നാണ്. ഇക്കേനെ നമുക്ക് വേണമെങ്കിൽ വഴിതെറ്റിക്കാം നമ്മളെ ചിന്തിച്ചാൽ. അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, വഴിതെറ്റിക്കാമെന്നാണ് ഉദ്ദേശിച്ചത്. ഇക്ക നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇപ്പൊ നമ്മള് പറയും ഇക്കെടുത്ത് നമുക്ക് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ആയിക്കൂടെ, അങ്ങനെയാണെങ്കിൽ ഇക്ക നല്ല മാറുന്നൊരു സ്വഭാവം ഉണ്ട് ഇക്കയ്ക്ക്. ഒരു മനസ്സിങ്ങനെ ചാഞ്ചാടും. അവിടെ ചവിട്ടണോ ഇവിടെ ചവിട്ടണോ. ഈ ചാഞ്ചാട്ടമാണ് ഞാൻ ആദ്യം ചോദിച്ചത്. കൊറേ പെണ്ണുങ്ങൾ ഇങ്ങനെ പുറകെ വരുമ്പോ ചാഞ്ചാടുമെന്നാണ് ചോദിച്ചത്. അല്ല അത് പക്ഷെ എനിക്ക് അറിഞ്ഞൂടാട്ടോ, അങ്ങനെ ചാഞ്ചാടുമെന്ന് അറിഞ്ഞൂടെന്നാണ് ഇതുവരെ എന്റെ അടുത്ത് ചാഞ്ചാടിയിട്ടില്ല. ഏതിന് കുഴപ്പമൊന്നുമില്ല. അല്ല, അതായത് പുറത്തു പോയാൽ ചാഞ്ചാടുമായിരിക്കും, എന്റെ അടുത്ത് വലിയ ചാട്ടമൊന്നും ഇല്ല എന്നാണ് പറഞ്ഞു വന്നത്. അങ്ങനെയാണോ? മനസ്സിലായില്ലേ? അബദ്ധം മാറി. അല്ല ശരിയാണ്, അതുവരെ ശരിയാ. എന്റെ അടുത്ത് പറഞ്ഞിട്ടൊന്നുമില്ല അങ്ങനെ. എന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല ഇല്ല, ഇക്ക അങ്ങനെയൊന്നും പോകത്തില്ല. അതൊക്കെയല്ലേ നമ്മുടെ എല്ലാവരുടെ ഒരു വിശ്വാസം. അതാണ് വിശ്വാസം, അതല്ലേ എല്ലാം. ഇല്ല, ആ മനുഷ്യന്റെ കള്ളച്ചിരി ഉണ്ടോ? ഫോൺ തരാന്ന്. അല്ല, പക്ഷെ അയാളുടെ എത്തിക്സ് വെച്ചിട്ട് അയാൾ നോക്കൂല. ഫോൺ വാങ്ങിച്ചു എന്നാ അതൊരു വ്യക്തിത്വമുള്ള മനുഷ്യനാണ്, അതുകൊണ്ട് നോക്കൂല എന്ന് നമുക്ക് ഉറപ്പുണ്ടെന്ന്. തിരിച്ചെന്തായാലും നജീം ഫോൺ എടുത്ത് നോക്കൂലല്ലോ. അതല്ല, എന്തിനാണത് എടുക്കാത്തതെന്ന് അറിയാവോ? എന്റെ ഫോണോ? നല്ല ടെക്നിക്കായത്. നമ്മൾ അവളുടെ ഫോൺ എടുക്കൂല.
അതുകൊണ്ട് അവളും നമ്മളെ ഫോൺ എടുക്കരുത്. അതൊക്കെ മറ്റേ ആണുങ്ങൾക്കല്ലേ ഞാൻ വീട്ടില് ഭാര്യയുടെ ഫോൺ എടുത്ത് നോക്കൂലല്ലോ, നോക്കത്തില്ല. അവൾ എന്റെ ഫോണും നോക്കൂല. സേഫ്റ്റിക്ക് വേണ്ടിട്ടാണ്. അതേപോലെ നജീബ് ഒരു ദിവസം ഫോൺ എടുത്ത് നോക്കൂ, നിങ്ങളുടെ കണ്ണൊക്കെ മറ്റേ കാർട്ടൂണിൽ കാണുമ്പോൾ ഇങ്ങനെ തള്ളി വരും. ഇല്ല ഇല്ല, കുഴപ്പമില്ല. സങ്കല്പങ്ങൾ സങ്കല്പമില്ല, എനിക്ക് അങ്ങനെയൊന്നും പറയുന്നില്ല. അങ്ങനെയില്ല ചേട്ടാ. അങ്ങനെ ഇപ്പൊ വേറെ പല ഇക്ക പിന്നെ എന്തെങ്കിലുമൊക്കെ ഇപ്പം പെൺകുട്ടികളുടെ കാര്യമാണെങ്കിൽ എന്തുണ്ടെങ്കിലും ഇക്ക പറയാറുണ്ട്, ഞാനും പറയാറുണ്ട് ഇക്കടുത്ത്. എന്തെങ്കിലുമൊക്കെ അങ്ങനെ ഒരു ബാരിയർ ആയിട്ടൊന്നും ഇല്ല, രണ്ടുപേരും ഓപ്പൺ തന്നെ അങ്ങോട്ട്. അങ്ങനെയാണ് വിശ്വസിക്കുന്നത്, അങ്ങനെ തന്നെയാണ് ചെയ്തത്. അരികിൽ പതിയെ ഇടനെഞ്ചിൽ ആരോ മൂളും രാഗം. പോരട്ടെ, അത് മുഴുവനും വേണം കേട്ടോ, ഇറക്കി വെച്ച് നിർത്തി പോകാൻ പറ്റില്ലേ? കുറച്ച് വെള്ളം കുടിച്ചാൽ അരികിൽ പതിയേട നെഞ്ചിൽ ആരോ മൂളും രാഗം, മിഴികൾ മൊഴിയും മധുരം കിനിയുന്നീ എന്നിൽ ഈണം. മഴയേ ഇളവയിലേ എൻ കനവിൽ അവളറിയാതെ തളിരണിയും പുലരികളിൽ മഞ്ഞിൻ തൂവൽ വീശി മെല്ലെ ഞാൻ മെല്ലെ മെല്ലെ പുതുമഴേ മെയ്പുണരും പൂവിൻ മൗനം, ഇതൾ വിരിയും ഈരാവിൻ നിറമോഹം. മനമറിയാതെ തിരയുകയോ നീ എന്റെയുള്ളം, നിന്നിൽ ഞാൻ മൗനമായി അലിയും അനുരാഗം. നിന്മേയ് തൊട്ടു പൂമേടത്തോറും കാറ്റായി നീളേ നിന്നോടൊന്നു ചേരാൻ തുടിക്കും മോഹം. മഴയേ മഴയേ തൂമഴയേ അരികിൽ പതിയേട നെഞ്ചിൽ ആരോ മൂളും രാഗം, മിഴികൾ മൊഴിയും മധുരം കിനിയും നീ എന്നിൽ ഈണം. ഇൻസ്റ്റയിൽ മുറിച്ചു വരുന്ന സമയത്ത് ഇതേത് പാട്ടാന്ന് നമ്മൾ ഇങ്ങനെ, കാരണം എന്ന് വെച്ചാൽ ഇതിന്റെ ഓരോ സ്റ്റെപ്പും ഓരോ പാട്ടായിട്ട് നമുക്ക് പരിഗണിക്കാൻ പറ്റുന്ന സംഗതിയാണ്. ഒക്കെ ആണെങ്കിൽ ഇപ്പൊ സ്പോട്ടിഫൈയിലൊക്കെ ആണെങ്കിൽ ആൾക്കാർ ഏറ്റവും കൂടുതൽ കേട്ടിരിക്കുന്ന ഈ പാട്ടാണ്. അതെ, ഒരു ന്യൂജൻ പാട്ടാണ്. അത് ഭയങ്കര രസമുള്ള പരിപാടിയല്ലേ. ഈ നിഷ്കളങ്കത ഭയങ്കര രസമാണ്. പക്ഷെ എപ്പോഴെങ്കിലും ഒക്കെ ദേഷ്യം വരുന്ന രീതിയിൽ ഒരു ഇന്നസെൻസ് ആയി അത് ഇതെന്ത് പൊട്ടിയാടി എന്ന് ചോദിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ടോ? ചോദിക്കൂല, ചോദിക്കൂല. അതും ചിലപ്പോൾ വിഷമായിട്ട് ഒരു വീട് കണ്ടാ പറഞ്ഞാ മനസ്സിലായ പൊട്ടനാ അങ്ങനെ ചോദിക്കോ? ഇങ്ങനെ തിരിച്ചു ചോദിച്ചിട്ടുണ്ടോ? ഞാനോ? ആ, ഞാൻ പൊട്ടിയാ അങ്ങനെയാണ് ചോദിച്ചില്ല. പക്ഷെ ഞാനിങ്ങനെ ചൂടാവുന്ന സമയത്ത് വേണ്ടാന്ന് പറയാൻ വന്നിട്ട് പെട്ടെന്ന് ഞാൻ കുറച്ച് കഴിയുമ്പോ തന്നെ എനിക്കറിയാം നമ്മള് രണ്ടുപേരിലും ഈ ദേഷ്യം വരുന്ന കാര്യത്തില് രണ്ടുപേർക്കും ദേഷ്യം വരും. പക്ഷെ എനിക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഞാൻ ഒന്ന് ഡൗൺ ആവാൻ കുറച്ചേ സമയമെടുക്കും. എന്റെ ദേഷ്യം എന്ന് വെച്ചാൽ വേറെ ടൈപ്പ് ദേഷ്യ. പക്ഷെ അല്ല അങ്ങനെ, പക്ഷെ പെട്ടെന്ന് കൂളാവുന്നത് ഇക്കയായിരിക്കും. ഇക്കയുടെ ദേഷ്യം അല്ല, ഇക്കയുടെ ദേഷ്യം എന്ന് വെച്ചാൽ ഇക്ക ദേഷ്യം പിടിക്കും. പക്ഷെ എന്നിരുന്നാലും പെട്ടെന്ന് കൂളാവും. അപ്പോ അതില് ഞാനുണ്ടാവും, ഇതാ നമ്മളങ്ങ് കാമാവും. പക്ഷെ ഞാൻ ചോദിച്ചത് എന്താണെന്ന് വെച്ചാൽ എപ്പോഴെങ്കിലും ഈ മണ്ടത്തരങ്ങളൊക്കെ കാണിക്കുന്നത്, ഇന്നസെൻസ് ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും, ഭയങ്കര രസമായിരിക്കും, ക്യൂട്ടാണ്. പക്ഷെ അതൊരു മണ്ടത്തരമായിട്ട് മാറുമ്പോൾ ഇവളുടെ ഒരു പൊട്ടത്തരം എന്നൊക്കെ പറഞ്ഞ ദേഷ്യത്തിന് വരുമോ? അങ്ങനൊന്നും വരില്ല. ചിലപ്പോ ഞാൻ പറയാറുണ്ട്, അവിടെ ചില സ്റ്റോറി ഒക്കെ കാണുമ്പോ എനിക്ക് മനസ്സിലാവാറില്ല എന്താണ് ഉദ്ദേശിക്കുന്നത്. ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഓരോന്നൊക്കെ ഇടും.
അപ്പൊ ഞാൻ ചോദിക്കും നീ എന്താണ് ഇന്നത്തെ ടോപ്പിക് എന്താണ്? ടോപ്പിക് എന്താണ്, അവസ്ഥ എന്താണ്? പിന്നെ കുറെ ഭാഗം എന്റെ അടുത്തോട് ചോദിക്കാറുണ്ട്. ദുബായിൽ നിന്നൊക്കെ നമുക്ക് ഫ്രണ്ട്സ് ഉണ്ട്, അവരൊക്കെ കിക്കുന്നു എന്തൊക്കെയോ സ്റ്റോറി ഇട്ടിട്ടുണ്ടല്ലോ ഒന്നും മനസ്സിലാവുള്ളെന്ന് പറയും. അതൊക്കെ തന്നെ അറിയാം അവിടെ എന്താ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഞാൻ അറിഞ്ഞപ്പോലെ ഞാൻ എന്താ ഇട്ടേക്കുന്നുള്ളത് എല്ലാരും അറിയിക്കും. പിന്നെ നീ സ്റ്റോറി ഇടുന്നത് അതെനിക്ക് എനിക്ക് എന്റെ ഒരു ആത്മാവിഷ്കാരം, നിങ്ങൾ ഇടപെടും. എല്ലാരും സ്റ്റാറ്റസ് ഇടുമ്പോഴും എല്ലാരും സ്റ്റോറി ഇടുമ്പോഴും എനിക്കൊരു ആഗ്രഹം, അപ്പൊ ഞാൻ ഇടും. സ്റ്റോറി ഇടുന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് എന്റെ അടുത്ത് പറയും എന്നും മലയാളം എഴുതി തരണം. അതെ, ആനുകാലിക പ്രശ്നങ്ങൾ വരുമ്പോഴത്തേക്കും ഇവിടെ ഇടപെടും. എന്നിട്ട് എന്റെ അടുത്ത് എനിക്ക് മലയാളത്തിൽ എഴുതി തരണം, എനിക്കൊന്ന് ഇടണം. വേണ്ട നീ ഇടണ്ട, ഇട്ട് ആശയം അല്ല എനിക്ക് ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോ അതെന്താന്ന് അറിഞ്ഞൂടാ. ഇപ്പം ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് തിരിച്ച് പറയണം എന്നൊക്കെ തിരിച്ച് പക്ഷെ പറയാൻ പറ്റുന്നില്ല. എന്നുവെച്ചാ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല. ആ ഒരു ഇത് വരുമ്പോ ഇക്കടുത്ത് പറയും, അപ്പൊ ഇക്ക പറയും അതിന്റെ ഒന്നും ആവശ്യമില്ല, വേണ്ടെന്നുള്ള രീതി. അതിന്റെ എക്സ്പ്രഷനെ നിങ്ങള് മലയാളം എഴുതി ആ മലയാളം പഠിക്കാൻ നമുക്ക് ഇവരുടെ എഴുതുന്ന വാക്യങ്ങളൊക്കെ ഭയങ്കര കോമഡി ആയിരിക്കും. അതുകൊണ്ട് ഞാൻ എഴുതിത്തരാന്ന് പറയും. കൊള്ളാലോ, നിങ്ങളാണ് പൊളിയാണല്ലോ. ഇത് എന്തൊക്കെ കാണുമ്പോഴാ പ്രതികരിക്കണമെന്ന് തോന്നണേ? പ്രതികരിക്കുന്നതെന്ന് വെച്ചാ സത്യമില്ലാത്ത എന്തെങ്കിലും കാര്യം, അങ്ങനെ എന്തെങ്കിലും കള്ളത്തരങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ നോർമലി അത് പ്രശ്നം പൊതുവിഷയമാണോ അതെ നജീബിന്റെ ആവശ്യമില്ലാതെ എന്തിനാ ഇല്ല എന്റെ ഒരു ഞാൻ വീട്ടിലുണ്ടാവുന്ന ഒരു പ്രശ്നം അങ്ങനെ ഇടാറില്ല. അത് എനിക്ക് മാത്രമേ അങ്ങനത്തെ മെസ്സേജ് ഇങ്ങനെ ഇടുള്ളൂ. അല്ലെ എന്തെങ്കിലും ഇക്കെടുത്തുണ്ടെങ്കിലും ഒരു 10,000-10,000 മെസ്സേജ് ഡെലിറ്റ് കളയും. ഡെലിറ്റ് ഇക്ക ചിലപ്പോ ഉറങ്ങുമായിരിക്കും. അപ്പൊ എനിക്ക് എന്റെ മനസ്സിലുള്ള എല്ലാം എനിക്ക് പറഞ്ഞു തീർത്താ മതി. ഞാൻ പറഞ്ഞു സൈക്കോളജിക്കൽ പ്രോസസ് ആണ് അതൊരു. എനിക്ക് എവിടെങ്കിലും ആ ദേഷ്യമൊക്കെ മനസ്സിലായില്ല. ഇപ്പൊ ഞാൻ സാധനം പറഞ്ഞില്ല, അതേ കൂട്ടപ്പോ എനിക്ക് വേറെ ആർക്കും ഞാൻ അങ്ങനെ ചെയ്യാൻ പോകില്ല. ഇക്കേന്റെ അടുത്ത് ഇപ്പൊ എന്തെങ്കിലുമൊക്കെ പറയണ്ടെങ്കിൽ എല്ലാം മെസ്സേജ് ചെയ്യും. ഡോറൊക്കെ അടച്ചിട്ട് മറ്റേ പ്രോസസ് കഴിഞ്ഞിട്ട് മെസ്സേജ് ചെയ്യും, എല്ലാം മെസ്സേജ് ചെയ്യും. എന്നിട്ട് ഫുള്ള് ഡിലീറ്റ് ചെയ്യുമ്പോൾ പിന്നെ അവസാനം ഞാൻ സ്പെയർ കീ എടുക്കും, ഡോർ തുറക്കാൻ പോകും. ഡോറ് തുറന്ന കീ ഉണ്ട് അവിടെ മുറിയിൽ പോയി ഇരിക്കും, ഒറ്റയ്ക്കിരിക്കും. പക്ഷെ ഇത് കുറ്റിയിടാറില്ല കേട്ടോ. കുറ്റിയിട്ട് നമുക്ക് തുറക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അത് വരുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. തുറന്ന് വരണം, അതിനാണ് മെസ്സേജ് അയച്ച് ഡിലീറ്റ് ചെയ്യണത്. അപ്പൊ സ്പീഡിന് ടൈപ്പ് ചെയ്യായിരിക്കുമല്ലോ ഇങ്ങനെ ടൈപ്പ് ചെയ്യും. അതേ ആലോചിച്ച് ടൈപ്പ് ചെയ്യോ? ആലോചിച്ചിട്ടല്ല, വിഷമം അതിനകത്ത് ചീത്തയൊക്കെ ഉണ്ടാവൂല്ലേ? ഇല്ല, എഴുതുമ്പോ അത് മറ്റേ നോർമലി അങ്ങനെ ആയി മാറും. വെറുതെ എഴുതിയാൽ മതി, ഒന്ന് ചീത്തയാവുന്നു. സത്യമാണോ? ചീത്തൊന്നും എഴുതൂല. ചീത്ത എഴുതാൻ പാടില്ല, അത് വിളിക്കേ ഉള്ളൂ അല്ലേ? ചീത്ത വിളിക്കത്തോ അങ്ങനത്തെ വിഷമം പറയുമ്പോ ഇപ്പൊ പറയുന്നത് എന്തായിരിക്കും, ഫുള്ള് നെഗറ്റീവ് ചിന്തിക്കലേക്ക് അങ്ങനെ പറയും. ഫുള്ള് നെഗറ്റീവ് അങ്ങനെ എപ്പോഴും ഒരു നെഗറ്റീവ് രീതി കൂടെ എടുക്കും. നമുക്ക് ഇതല്ല, നമുക്ക് അങ്ങനെ കൂടെ ചിന്തിച്ചാലോ. പക്ഷെ ഇവിടെ ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ ചിന്തിച്ചു പെട്ടെന്ന് എനിക്ക് എന്നിട്ട് ഞാൻ പിറ്റേ ദിവസം ചോദിക്കും, ഇന്നലെ ഇരുന്ന് കരഞ്ഞ വല്ല കാര്യമുണ്ടോ? ഇന്നിപ്പോ ശരിയായില്ലേ? അതെ അതെ അതെ. ഇന്നലെ ആ കരഞ്ഞ അത്രയും സമയം പോയി ലൈഫിൽ നിന്ന്. എന്തിനാണ് നമുക്ക് അതിൽ നിന്ന്? അപ്പോ ഇനി പാട്ട് ബ്രേക്ക്. വിദ്യാസാഗർ സാറിന്റെ സംസാരിക്കാൻ ഓമന പൂവേ, അതിന്റെ ഓമന കോമള താമര പൂവേ ഭയങ്കര കോൺഷ്യസ് ആയിട്ട് സംസാരിക്കുന്നു. പിടിച്ചു പിടിച്ചിട്ട് സംസാരിക്കുക. ഞാൻ ഇടയ്ക്ക് പറയും ഞാനൊരു മനുഷ്യജീവിയാണ്, എനിക്കും അതിന്റെ മാനസികപരമായിട്ടുള്ള ശാരീരികപരമായിട്ടുള്ള വിഷമങ്ങളുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള വാക്കുകൾ മനസ്സിലായി. കുറച്ച് എനിക്ക് ഓർമ്മ വരുന്നു തുടങ്ങി. പക്ഷെ ഇതാണ് എനിക്ക് ഭയങ്കര കോമഡി. മറ്റേ ബേക്കറി പദാർത്ഥമാക്കിയ പിന്നെ നമ്മള് ബേക്കറി പോയിട്ട് കുറച്ച് അത് പക്ഷെ പെട്ടെന്ന് സാധനം എന്ന് പറഞ്ഞ വാക്ക് ബേക്കറി പോയിട്ട് കുറച്ച് സാധനമാണ് നമ്മൾ അവിടെ പോകുമ്പോൾ ബേക്കറി പോയിട്ട് കുറച്ച് അത് ഉമ്മ എല്ലാവരും ഉള്ളപ്പോൾ തന്നെ നമ്മളൊരു വീട്ടിൽ ഗസ്റ്റിന്റെ വീട്ടിലെന്താ പോവാ അപ്പൊ ബേക്കറി കയറണമായിരുന്നു. പക്ഷെ പെട്ടെന്ന് വന്നില്ല ചേട്ടാ സാധനം എന്ന് പറഞ്ഞിട്ടുള്ള വാക്ക് തന്നെ. അപ്പം ബേക്കറി കയറ്റി കുറച്ച് പദാർത്ഥമായിരിക്കും.
അയ്യോ പെട്ടെന്ന് അറിയാണ്ട് മമ്മൂക്ക മായാവിയിലാണോ ഇങ്ങനെ ഒരു സാധനം ചെയ്തിട്ടുള്ളത്? ഇതേപോലുള്ള വാക്കുകൾ പറയും. ജയിൽ പുള്ളി ആയിരുന്നിട്ട് ഇതേപോലുള്ള കുറെ വാക്കുകൾ പറയും മലയാളത്തിൽ. പക്ഷെ സാധനം എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ അന്നെന്തോ പെട്ടെന്ന് സാധനം എന്ന് വന്നില്ല. മറ്റേ പദാർത്ഥമാവട്ടെ പര്യായപദമൊക്കെ അറിയാം കേട്ടോ. പര്യായ പദങ്ങളാണ്. അതെ, കൂടുതൽ ചിന്തിക്കാറുണ്ട് ഞാൻ. മലയാളത്തിൽ എനിക്ക് നാനാർത്ഥങ്ങളും പര്യായപദങ്ങളും അത് ഇവിടുന്ന് പഠിക്കാം. ഇത് എവിടെ നീ പഠിച്ചാണെന്നൊരു പിടുത്തമില്ല. പാട്ട് ഓക്കെ. ഓമനക്കോമളത്താമരപ്പൂവേരാവുമാഞ്ഞില്ലേ, ഇനിയും നേരമായില്ലേ, വിരിയാൻ താമസമെന്തേ, ദാഹിച്ചു മോഹിച്ചു തേനുണ്ണുവാ ഞാൻ ഓടി വന്നില്ലേ, മിഴികൾ നീ തുറന്നാട്ടെ, മധുരത്തേൻ പകർന്നാട്ടെ, പാദസരത്താളം കേൾക്കെ കാതിനിന്നോണമായി, വാർമുടിയിലേതോ പൂവായി പാതയിൽ വീണുപോയി, പറയാനെന്തോ വീടും ചുണ്ടിൽ തങ്ങി മിണ്ടാൻ വയ്യ, ഓമനപ്പൂവേ ആ ഓമനക്കോമളത്താമരപ്പൂവേരാവുമാഞ്ഞില്ലേ, ഇനിയും നേരമായില്ലേ, വിരിയാൻ താമസമെന്തേ. ഓ, ഇതിലും അഭിരാമിയായിരുന്നു. അതെ, ഉണ്ടായിരുന്നു. പാടി. അത് അടിപൊളി പാട്ടായിരുന്നു. വിദ്യാസാഗർ സാറിന്റെ പാട്ടുകളൊക്കെ നമ്മൾ ഒന്നിനൊന്ന് ഹിറ്റായിരുന്നു. ശരിക്കും ഈ ഐഡിയ സ്റ്റാർ സിംഗർ മുതൽ ഒരുപാട് പേര് ഫോളോ ചെയ്യുന്നുണ്ട്. അത് സമപ്രായക്കാരുണ്ടാവും, ചെറുപ്പക്കാരുണ്ടാവും, മുതിർന്നവരുണ്ടാവും, ഒക്കെ ഉണ്ടാവും. പക്ഷേ ഒരുപാട് വർഷം ഫോളോ ചെയ്തിട്ടുള്ള ശരിക്കുള്ള നമ്മളെ ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, ഇടയ്ക്ക് കൊഴിഞ്ഞു പോകാത്തവർ. അവരൊക്കെ ചിലപ്പോൾ നമ്മൾ നിരന്തരമായി കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കും, ചിലപ്പോൾ കോൺടാക്ട്സ് അങ്ങനെ തന്നെ തുടരാൻ ശ്രമിക്കും. അങ്ങനെയുള്ള കുറേ പേര് ഉണ്ടാവില്ലേ ഓർത്തെടുക്കാൻ പറ്റുന്നത്? ഇപ്പൊ ചിത്ര ചേച്ചിക്കൊക്കെ ആണെങ്കിലും ഒരുപാട് ഫാൻസ്, ഇങ്ങനെ പലതരത്തിലുള്ള ഫാൻസ്, എക്സ്ട്രീം ലെവലിൽ അവരുടെ ഇമോഷൻസ് വരെ കാണിക്കുന്ന ഫാൻസ് ഉണ്ട്. അവരെ കുറിച്ച് പറയും. ശരിക്കും ഞാൻ ചെറുതിലെ ഏഷ്യാനെറ്റിലെ വോയിസ് ഓഫ് ദ വീക്ക് എന്ന് പറയും, കുഞ്ഞിലെ തന്നെ ഒരു ചാനലിലൊക്കെ ഇങ്ങനെ പങ്കെടുക്കുമായിരുന്നു. അപ്പം അന്ന് എനിക്ക് ചെന്നൈയിൽ നിന്നൊരു ചേച്ചി ഉണ്ട്, ശ്രീരഞ്ജിനി എന്ന് പറഞ്ഞിട്ട്. ആ ചേച്ചി ഇപ്പോഴും കോണ്ടാക്ട് ഉണ്ട്. അപ്പം എനിക്കത് ആദ്യമായിട്ട് വിളിക്കുകയും ഒരു പ്രോത്സാഹനമൊക്കെ തന്ന, അപ്പം നമ്മൾ ഇപ്പോഴും ഓർക്കും. വീട്ടിലായാലും ഉമ്മയ്ക്കായാലും എല്ലാവർക്കും അറിയാം. അതുപോലെ സ്റ്റാർ സിംഗറൊക്കെ തുടങ്ങിയിട്ട് ഒരു പരിചയം, അതായത് പാട്ട് ഇഷ്ടപ്പെട്ട് പിന്നെ ഭയങ്കര സുഹൃത്തായിട്ടുള്ളൊരു ചേട്ടനുണ്ട്, രഞ്ജിത്ത് എന്ന് പറഞ്ഞൊരു ദുബായ് രഞ്ജിത്ത് ചേട്ടൻ. അങ്ങനെ എല്ലാവരും ഇങ്ങനെ ഓരോ സമയത്തിങ്ങനെ നമ്മുടെ മനസ്സിൽ ഇതാണ് കയറി പറ്റിയിട്ടുണ്ട്. അങ്ങനെ അത് ഭയങ്കര സന്തോഷമാണ്. പക്ഷെ അവരൊക്കെ പാട്ടിനെ ഇഷ്ടപ്പെടുന്നതോടൊപ്പം തന്നെ നമ്മളെ കൂടെ ഇഷ്ടപ്പെട്ട് വരുന്നുണ്ട്. പാട്ട് മാത്രമല്ല, അപ്പൊ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ പാട്ടിൽ അല്ലെങ്കിൽ സെയിം ഇഷ്ടപ്പെട്ട് വരുന്നവരുണ്ട് കുറെ പേര്, അല്ലെങ്കിൽ അത് മാത്രം ഇഷ്ടപ്പെടുന്നവരുണ്ട് മറ്റേ. പക്ഷെ അത് എനിക്ക് അത്ര അത് ഇഷ്ടമാണ്. എന്നാലും എൻ്റെ മനസ്സിൽ ഞാൻ കൂടുതൽ ഒരു പ്രയോറിറ്റി കൊടുക്കണം എന്നെ കൂടെ പാട്ടുണ്ട്. എന്നാൽ പോലും നമ്മളെ കൂടെ മനസ്സിലാക്കുന്നവരുണ്ടെങ്കിൽ കുറച്ചുകൂടെ അടുപ്പം കൂടുതൽ തോന്നാറുണ്ട്. അങ്ങനെയുള്ളവരോടൊക്കെ പിന്നീട് എല്ലാവരും ഉണ്ട്. ഇടക്കിടക്ക് അങ്ങനെ കോണ്ടാക്ട്സ് ഉണ്ട്. നമ്മുടെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്ന രീതിയിലൊക്കെ അത് വളർന്നിട്ടുണ്ട്. എല്ലാം ഓൾമോസ്റ്റ്. നജീബ്, അടുത്ത പാട്ടിന് മുമ്പ് ഇയാൾക്കൊരു ചോദ്യം ചോദിക്കാനുള്ള അവസരം കൊടുക്കാം. നജീബിന്റെ അടുത്തൊരു ചോദ്യം ചോദിച്ചാൽ എന്ത് ചോദിക്കും? ഭയങ്കര ബുദ്ധിയാണ്. എന്നെ ട്രോളാൻ വേണ്ടിട്ടാണോ വന്നത്? ബുദ്ധിയേ. ഞാൻ ക്വസ്റ്റ്യൻ ഒന്നും ചോദിക്കുന്നില്ല, എനിക്കൊരു പാട്ട് പാടിയാ മതി. ആർക്കായിരുന്നു ബുദ്ധി? അതെ, ഇത്രയും നേരം പാട്ട് പാടിച്ച് വെള്ളം കുടിപ്പിച്ചിട്ട് വീണ്ടും പാട്ട് തന്നെ ചോദിച്ചല്ലേ? നീയും കൂടി. എനിക്ക് ആ പാട്ട് പാടുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പൊയ്സൊന്നാലും നീ എൻ കദലി, അത് കേൾക്കാൻ വേണ്ടിട്ടല്ലേ? കള്ളം പറഞ്ഞാലും അതാണ് സബ്ജക്ട്, ഇവിടുത്തെ സബ്ജക്ട് അതാണ്. பொய் சொல்லக்கூடாது காதலி, பொய் சொன்னாலும் நீ என் காதலி, பொய் சொல்லக்கூடாது காதலி, பொய் சொன்னாலும் நீ என் காதலி, கண்களால் கண்களில் தாயமாடினாய், கைகளால் கைகளில் ரேகை மாற்றினாய், பொய் ஒன்றை ஒப்பித்தாய், ஐயோ தப்பித்தாய்,
கண்மூடித்திடத்தாய் கனவெங்கும் தித்தித்தாய் பொய் சொல்ல கூடாது காதலி பொய் சொன்னாலும் நீ என் കാതലി. ഈ ഒരു ഘട്ടത്തിന് ശേഷം റൊമാൻറ്റിക് വോയിസുകൾ ശരിക്കും ഈ കാലഘട്ടത്തിന്റെ വോയിസ് തുടങ്ങുന്നത് എനിക്ക് തോന്നുന്നു നജീബിന്റെ ശബ്ദം അതിനൊരു ബെഞ്ച് മാർക്കായിരുന്നു. ഇപ്പോൾ ഹരിശങ്കറൊക്കെ പാടുന്ന പാട്ടുകൾ പോലെ ഹരിചരനുണ്ട്, ഒരുപാട് പേരുണ്ട് ഇപ്പോൾ പാടാൻ വേണ്ടിയിട്ട് അത്തരത്തിലുള്ള ഹസ്കിനെസ് ഒക്കെ കൊണ്ടുവരാൻ. നമുക്കില്ലെങ്കിൽ ഇപ്പോൾ പുറത്തുനിന്ന് കാർത്തികനെയൊക്കെ വിളിച്ച് പാടിക്കും പോലെ നജീബ് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പം ഇപ്പോൾ പലരെയും റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ സമയത്ത് അത്തരം ഒരു വോയിസ് കൊണ്ടുവന്ന നജീബായിരുന്നു. ഒരുപക്ഷെ അത് തന്നെ ആയിരിക്കും നജീബിന്റെ സക്സസ്. അങ്ങനെ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? തമിഴ് പാട്ടിനോടും ഒരു ഇഷ്ടമുണ്ടല്ലോ നമുക്ക് എല്ലാവർക്കും. ഈ പറഞ്ഞ പോലെ കാർത്തിക് ആയിരുന്നെങ്കിലും ഇപ്പൊ ഹരിഹരൻ സാറ്, അപ്പൊ അവരുടെയൊക്കെ പാട്ടുകളും ഈ പറഞ്ഞ പോലെ എല്ലാം ഭയങ്കര ഓപ്പൺ സിംഗിങ് അല്ല. ചില പാട്ടുകൾ എല്ലാം ഹസ്കി കൊടുത്ത് ആവശ്യമുള്ള പാട്ടുകളാണ്. കാരണം ചില എല്ലാം അങ്ങ് ഓപ്പൺ ആക്കിയാൽ അതിൻ്റെ ഒരു ഫീല് പോകും. അപ്പൊ ഞാൻ അതിൽ കൂടുതൽ ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നു. പല പണ്ടോട്ടെ ഇപ്പൊ കോമ്പറ്റീഷന് പങ്കെടുക്കുമ്പോഴും ലൈറ്റ് മ്യൂസിക് ഒക്കെ ഞാൻ പങ്കെടുക്കാറുണ്ട്. അത് സമ്മാനങ്ങളൊക്കെ കിട്ടിയിരുന്നു. അപ്പോൾ ഫീലില് കുറച്ച് ഇങ്ങനെ നമ്മളത് ഇങ്ങനെ പാട്ടിലൂടെ കൊണ്ടുവരാനായിട്ടുള്ള ശ്രമങ്ങളാണ്. ഇപ്പം ദേവാങ്കണം എന്നുള്ള പാട്ട് തന്നെ. ദേവാങ്കണങ്ങൾ കൈയൊഴിഞ്ഞ് താരകം സായാഹ്ന സാനുവിൽ വിലോലമേഘമാം. അത് എൻ്റെ ഒരു ശൈലി പാടിയതാണ്. അപ്പോൾ നമ്മൾ ഓപ്പണായിട്ട് എൻ്റെ ടോണിൽ അത് പാടിയ ദേവാങ്കണങ്ങൾ കൈയൊഴിഞ്ഞ താരകം സായാഹ്ന സാനുവിൽ വിലോലമേഘമാം അഴകിൻ പവിഴം പൊഴിയും. അങ്ങനെ പാടാം. അഴകിൻ പവിഴം പൊഴിയും നെഞ്ചിൽ. അപ്പൊ എനിക്ക് അതിലൊരു വ്യത്യാസം എനിക്ക് ഇഷ്ടപ്പെട്ടു ഇങ്ങനെ ഒരു രീതിയിൽ പാടുന്നത്. അപ്പൊ അതിലോട്ട് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുള്ളതാണ്. വളരെ ബുദ്ധിമുട്ടുള്ള സമയത്താണ് ഞാനും സിനിമയിലോട്ട് കയറി വന്നത്. വളരെ കാരണം എനിക്ക് വേറൊരു ബാക്ക്ഗ്രൗണ്ട് ഒന്നുമില്ല. വളരെ സ്ട്രഗിൾ ആയിരുന്നു കയറി വരാനും. പിന്നെ ഈ ഒരു ആ ഒരു പ്ലാറ്റ്ഫോം ഐഡിയ സ്റ്റാർ സിംഗർ എന്നുള്ള പ്ലാറ്റ്ഫോം ഏറ്റവും വലിയൊരു എന്താണ് നമുക്കൊരു വഴിത്തിരിവായിട്ടുള്ളത്. വേറെ ജോലി ഉണ്ടായിരുന്നു? ഇല്ല, ഞാൻ പഠിക്കുന്ന സമയത്താ മ്യൂസിക് കോളേജിൽ MA പഠിക്കുന്ന സമയത്ത് തന്നെ MP എന്ന് പറഞ്ഞ കോഴ്സായിരുന്നു, മാസ്റ്റർ ഓഫ് പെർഫോമിംഗ് ആർട്സ് എന്ന് പറഞ്ഞിട്ട് തിരുവനന്തപുരത്ത് സ്വാതിരുന്നാളിൽ. അപ്പം അതിൽ ഞാൻ ഫസ്റ്റ് ഇയർ പഠിക്കുന്ന സമയത്താണ് കോമ്പറ്റീഷനിൽ പോകുന്നത്. പിന്നെ എൻ്റെ ഒരു അൾട്ടിമേറ്റ് ഇത് സിനിമ എന്നുള്ളതാണ്. ഇതിൽ മത്സരിക്കുന്നതോടൊപ്പം തന്നെ എനിക്ക് ജനങ്ങളിലേക്ക് എൻ്റെ പാട്ടെത്തണം, അതിലൂടെ എനിക്ക് സിനിമയിൽ അവസരം കിട്ടണം. കാരണം വേറെ നമുക്കൊരു വാതിലുകളും ഇല്ല തുറക്കാനായിട്ട്. അപ്പം നമുക്ക് എങ്ങനെയെങ്കിലും നമ്മളെ പാട്ടെത്തിക്കാനായിട്ട് വീട്ടിൽ നിന്നാണെങ്കിലും പറയുന്നത് നമ്മുടെ ഒരു എയിം എന്താണ്, നമ്മുടെ പാട്ട് എല്ലാവരും അറിയുക എന്നുള്ളതാണ്. അപ്പം അതിന് ഏറ്റവും വലിയൊരു ഇതാണ്. അങ്ങനെ പോയി മത്സരിക്കാനാണ് പറഞ്ഞത്. ഒരു പാട്ടിനും കൂടെ സമയം കൂടെ നീർത്തും. അത് കാരണം ഇല്ലെങ്കിൽ വിട്ടുപോകും. ഞാൻ വിട്ടു നല്ല രസമുള്ള പാട്ടാണ്. അപ്പൊ ഇതിനിടയ്ക്ക് ഞാൻ പറയുമ്പോ പാട്ട് ഓർത്തോണ്ട് അല്ല, ഞാൻ ഇങ്ങോട്ട് സ്വിച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ പ്രേക്ഷകർ എന്നെ ചീത്ത വിളിക്കും. അതുകൊണ്ട് വിചാരിച്ചു ഇനി ഇങ്ങോട്ട് സ്വിച്ച് ചെയ്യണ്ടെന്ന് വിചാരിച്ചു. ഇവിടെ സ്വിച്ച് ചെയ്താണ് ഞാൻ പാട്ടിൽ നിന്നൊരു ബ്രേക്ക് തരുന്നത്. ഇത് പറഞ്ഞല്ല, വിനു തോമസ് ആണ് ആ ചേട്ടനാണ് മ്യൂസിക് ചെയ്തേക്കണത്. അദ്ദേഹം ഡോക്ടർ ലവുമായിട്ടുള്ള ബന്ധമാണ്. അതിനു മുമ്പേ പരസ്യങ്ങളിലൊക്കെ പാടിയിട്ടുണ്ടെങ്കിലും അദ്ദേഹം മ്യൂസിക് ചെയ്യുന്ന എല്ലാ സിനിമകളിലും എങ്ങനെയെങ്കിലും ഒരു പാട്ട് തരാറുണ്ട്. അങ്ങനെ കിട്ടിയ ഒരു ഭാഗ്യം ദൃശ്യം എന്ന സിനിമയിൽ അത്രയും വലിയൊരു ഹിറ്റായ സിനിമ. അത് പ്രൗഡായിട്ടല്ലേ നമ്മൾ തിയേറ്ററിൽ കാണുമ്പോഴൊക്കെ നമുക്ക് രോമാഞ്ചം വരുന്ന ഒരു, കാരണം അത്രയും വിജയമായിരുന്നു, സക്സസ് ആയിരുന്നു. അതുപോലെ അത്രയും പോപ്പുലർ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റും ക്രൂവും ഒക്കെ ആയിരുന്ന അതിന്റെ കൂടെ നജീബിനും പോയി നിൽക്കുമ്പോൾ നമുക്ക് പ്രൗഡായിട്ട് നിൽക്കാൻ പറ്റും. അഭിമാനം. ചേട്ടൻ പക്ഷെ നല്ല വർക്കൗട്ട് ചെയ്തിട്ടാണേ. പക്ഷെ സാധാരണ ഇങ്ങനെ എല്ലാരും ചെയ്യൂലേ, ചോദിക്കൂലോ. ഞാൻ ഇതുവരെ കണ്ടതിൽ വെച്ചിട്ട് ഞാൻ പറയാം ചേട്ടൻ നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുന്നു. പറഞ്ഞൂടെ
വേണ്ട ഇപ്പം റോൾ ചെയ്തോ ഇതൊക്കെ നമുക്ക് നാച്ചുറൽ ആയിട്ട് കിട്ടുന്ന സാധനങ്ങൾ. ഇനി പുകഴ്ത്തിക്കോ. ഇനി പോയിട്ട് ഒരു ബ്രേക്ക് ഉണ്ട്, എനിക്ക് എന്നെ കുറച്ച് പുകഴ്ത്താനുണ്ട്. പക്ഷെ അങ്ങനെയല്ല, സാധാരണ ആൾക്കാരില്ലേ, സാധാരണ മീൻസ് ചെയ്തിട്ടുള്ള ഇന്റർവ്യൂസ് ഒക്കെ മോശം എന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ ചേട്ടൻ ചെയ്യുന്നത് ഒരാളെ കുറിച്ച്, ചേട്ടൻ്റെ ഓപ്പോസിറ്റ് വന്നിരിക്കുന്ന വ്യക്തിയെ കുറിച്ച് ചേട്ടൻ നന്നായിട്ട് ചെയ്യുന്നുണ്ട്, വർക്ക് ചെയ്യുന്നുണ്ട്. അതിന്റെ പിന്നിൽ എഫേർട്ട് എടുത്തിട്ടാണ് ചേട്ടൻ ക്വസ്റ്റ്യൻ ഓരോന്നും ചോദിക്കുന്നത്. അപ്പൊ ഞാൻ എന്റെ അടുത്ത് ചോദിച്ച ക്വസ്റ്റ്യൻ അങ്ങനല്ല, എന്റെ അടുത്ത് ചോദിച്ചതൊന്നും അങ്ങനെയല്ല. പക്ഷെ ഇപ്പുറത്ത് ചോദിച്ച ചോദ്യങ്ങളെല്ലാം നല്ല ചോദ്യങ്ങളായിരുന്നു. എന്റെ അടുത്ത് ചോദിച്ചതെല്ലാം മഹാ ചീത്ത ചോദ്യമായിരുന്നു. ഒരു നൈസ് ഒരു ശരിക്കും പുകഴ്ത്തിയതല്ല, എന്നെ കെത്തിയാണ്. ഡിലീറ്റ്. അങ്ങനല്ല ഞാൻ പറഞ്ഞത്. അതിന്റെ ഒരാളെ നോക്കുമ്പോ, ഒരാളെ വീക്ഷിക്കുമ്പോഴല്ല, ഒരാളോട് എങ്ങനെ സഭ്യമായി മര്യാദക്ക് ചീത്ത വിളിക്കാന്നുള്ള ഇപ്പൊ മനസ്സിലായി. എനിക്ക് ഇപ്പൊ പിടിയിട്ട് നജീബ് പറഞ്ഞത് ചീത്ത വിളിക്കാൻ അറിഞ്ഞു, ചീത്ത തന്നെ ചീത്ത എങ്ങനെ പറയാം പറഞ്ഞതിന്റെ സാരാംശം എനിക്ക് മനസ്സിലായി. എന്തേലും പറയണ്ടേ ചേട്ടൻ? നല്ലതെന്തെങ്കിലും പറയണ്ടേ? വീണ്ടും കുത്തുവാക്ക് എന്തെങ്കിലും ചേട്ടൻ നോക്കി പറയണ്ട കേട്ടോ. അങ്ങനല്ല, ഇത്രയൊക്കെ പാട്ടൊക്കെ പാടാൻ പറഞ്ഞല്ലേ, ഇത്രയെ കൊണ്ട് ഇത്രയും പാട്ട് പഠിച്ചല്ലേ, എന്തെങ്കിലും ഒരു നല്ല വാക്ക് പറയണ്ടേന്ന് വിചാരിച്ചിട്ട്. അങ്ങനല്ല ചേട്ടാ, ഞാൻ ഇതുവരെ അങ്ങനെ പറഞ്ഞിട്ടില്ല. വേണമെങ്കിൽ എവിടെ വേണമെങ്കിലും എടുത്ത് നോക്കാം, ഞാൻ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടേ ഇല്ല. ആദ്യമായിട്ടല്ലേ ഞാൻ ഇങ്ങനെ പറയുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ടോണ്ടാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് ആ വേ ഓഫ്, ആ രീതി ഇല്ലേ, ക്വസ്റ്റ്യന് ചോദിക്കുന്ന ആ രീതി, എന്നുവെച്ചാ വേറൊരു തലത്തിലേക്കും പോകുന്നില്ല. നന്നായിട്ട് തന്നെ ഒരാളെ കുറിച്ച് സ്റ്റഡി ചെയ്തിട്ട് അത്യാവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അയച്ചു ചോദിക്കുന്നത്. ഉമ്മ പ്രത്യേക അന്വേഷണം പറയാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെയുള്ള കുറച്ച് പ്രേക്ഷകരാണ് എന്റെ ശക്തി. ഞാൻ ഉമ്മ അങ്ങനെ വാളുണ്ടല്ലോ, രജനീഷ് അങ്ങനെ പേരൊക്കെ എടുത്ത് കറക്റ്റായിട്ട്, അപ്പൊ അവരൊക്കെ നല്ല നോട്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഭയങ്കര പ്രത്യേകം ഒരു അന്വേഷണം. നിങ്ങൾക്കൊക്കെ ഒരു വിലയില്ലെങ്കിലും എനിക്ക് അങ്ങനെ കുറെ പ്രേക്ഷകരുണ്ട്, മനസ്സിലായില്ലേ? അല്ല ചേട്ടൻ അത്യാവശ്യം നന്നായിട്ടുണ്ട്. ഉമ്മച്ചി നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്. പോകുമ്പോ ചോദിക്കുന്നൊക്കെ പുകഴ്ത്തലിനൊരു ബ്രേക്ക്, പാട്ട് വരാൻ. ഇല്ലെങ്കിൽ ഈ മനുഷ്യനെ കൊണ്ട് പാട്ട് പാടിച്ചില്ല, അടിയിൽ എങ്ങനെ ഇത് സംസാരിച്ചോണ്ട് പോകുന്നത് ആലോചിച്ചോണ്ട്. അപ്പൊ വീണ്ടും പാട്ട് പാടും, പണിയെടുത്തിട്ട് പോയാൽ മതി. പണിയെടുക്കുക എന്നുള്ളത്. മാരിവിൽ കുടനീർത്തും മാനസം തണലാക്കി കളിച്ചിരിയും കഥകളുമായി കുസൃതികൾ തൻ മധുരവുമായി ഓരമ്മക്കിളിയും രണ്ടോമൽക്കുരുന്നും മാരിവിൽ കുടനീർത്തും മാനസം തണലാക്കി. ഇപ്പോഴും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന സിനിമകളിൽ ഒന്നാണെന്നുള്ളതാ. അത് നമുക്കൊരു വേറൊരു ഊർജ്ജമാണ്. ഇടയ്ക്കൊക്കെ മാത്രമാണ് ഈ വിജയിക്കുന്ന സിനിമകളിൽ വിജയിക്കുന്ന പാട്ട് കിട്ടുക എന്ന് പറയുന്നത്. ചിലപ്പോൾ പാട്ട് ഹിറ്റായിരിക്കും, പാട്ട് നമ്മൾ ആവർത്തിച്ച് കേൾക്കുന്നുണ്ട്, പക്ഷെ സിനിമ ഹിറ്റാവാത്തതുകൊണ്ട് നമുക്ക് വേണ്ടത്ര ഒരു അംഗീകാരം കിട്ടില്ല. അപ്പോൾ ഇപ്പോഴുള്ള കാലത്ത് കൂടുതലും സിനിമ ഹിറ്റായാൽ മാത്രമാണ് പാട്ട് ഹിറ്റാകുന്ന അവസ്ഥ. ഒരുപാട് പാട്ടുകളൊക്കെ ഇപ്പോഴത്തെ സിനിമയില് പാട്ടുകൾ കുറവാണ്. പാട്ടുണ്ട്, പക്ഷെ വേറൊരു രീതിയിലായി. പാട്ടുണ്ടെന്നുണ്ടെങ്കിൽ പോലും ഈ റീൽസിലൊക്കെ ഇൻസ്റ്റാഗ്രാം വഴി ഇപ്പൊ റീൽസ് വഴി പാട്ട് ഹിറ്റ്, അതിനു വേണ്ടി പാട്ടുണ്ടാക്കുക. ഇപ്പൊ എന്താണ് ജനങ്ങളിലോട്ട് എങ്ങനെയാണെങ്കിലും ഒരു മാർക്കറ്റിംഗ് ആണല്ലോ, ഒരു പാട്ട് വഴി എത്തുമ്പോഴത്തേക്കും. നജീബിനൊക്കെ ഏത് കുപ്പിയിലേക്ക് ഇറങ്ങാൻ പറ്റും, കുഴപ്പമില്ല. ഈ വോയിസ് ഉണ്ടല്ലോ, കുറെ നല്ല പാട്ടുകളൊക്കെ ഇങ്ങനെ ആരും കേൾക്കാതെ പോയിട്ടുണ്ട്. ഇനി പാട്ടിന്റെ ഒരു ബ്രേക്കോട് കൂടി നമുക്ക് അവസാനിപ്പിക്കാം അല്ലേ? ഒരു പാട്ട് നീ പാടും. പാട്ട് പാടും. അല്ല അത് പാടുന്നില്ലേ? അത് അല്ല, ഞാൻ പാടുന്നത് ചിന്ന ചിന്ന ആസ. എനിക്ക് പണ്ട് ഇഷ്ടമുള്ള പാട്ടുകൾ മാത്രമേ പാടുള്ളൂ. പക്ഷെ പാടിയിട്ട് പെട്ടെന്ന് തന്നെ നമ്മള് ചിന്ന ചിന്ന ആസൈ സിറകടിക്കും ആസൈ മുത്തു മുത്ത് ആസൈ മുടിഞ്ഞ വെണ്ണിലവ് തൊട്ട് തവിടാസൈ പതിരവായി നേരം കുളിരം വീട്. അതിലോട്ടങ്ങ് പോകും, നമ്മളെ പോലെ അറിയില്ല. നീ അതല്ലല്ലോ തുടങ്ങിയത്. കാറിലൊക്കെ ഡ്രൈവ് ചെയ്ത് പോകുമ്പോ ഇരുന്ന് പാട്ടാണല്ലേ. പാട്ട് പാടാനൊക്കെ ഭയങ്കര ആഗ്രഹമുണ്ട്. പ്ലീസ്. എന്നാ പാതിരവായി നേരം ആയിക്കോട്ടെ. പതിരവായി നേരം
പനി നീർക്കുളിരമ്പിലേ എൻ്റെ മനസ്സിലെ മച്ചും മെലന്തിനുറങ്ങാതലയുന്നു നീ രാരിരം രാരം പാടി കടിഞ്ഞൂൽ കനവോടി താഴെ തണുപ്പിൻ്റെ കിളിപ്പാഴയിൽ ഉറങ്ങാതലയുന്നു നീ. ആ നോട്ടോരെ പിടിച്ചു. അതെ അടിപൊളിയല്ലേ? അപ്പൊ ഇഷ്ടപ്പെട്ട പാട്ട് പാടിക്കോ, ഇല്ലെങ്കിൽ ഞാൻ വീണ്ടും പാടിക്കും. ഇതളെ നീ സ്നേഹത്തിൽ വാടിത്തീരല്ലേ, വെറുതെ നിന്നോരത്തെന്നും കൂടാനോർത്തല്ലേ, നിറയെ പൂക്കുന്നൻ തീര മോഹത്തുമ്പാലെ ഇനിയും നിന്നുള്ളം നോവല്ലേ, അകലെ കനവിനരികെ ഇരുവഴികളിൽ മനസ്സൊഴുകവേ, മൂക്കിലെ ഈ പൂവിന്മേലെ മെല്ലെ പെയ്യില്ലേ, പടരും ഈ സ്നേഹത്തിയെ പാടെ മായ്ക്കാതെ, അകമേ ആളുന്ന തീന്നർത്ഥം കാണാതെ, ഇനി നീ എങ്ങെങ്ങും മായല്ലേ, ഇനി നീ എങ്ങെങ്ങും മായല്ലേ, ഇനി നീ എങ്ങെങ്ങും മായല്ലേ. ശരിക്കും എന്തെങ്കിലും ഫീൽ ചെയ്തോ? ഏയ് മോശമായിപ്പോയോ? ഇല്ല ഇല്ല ഇല്ല, ചേട്ടൻ നല്ലതായിരുന്നു. നന്നായിട്ട് തന്നെ. ഇഷ്ടപ്പെട്ടോ ഇന്റർവ്യൂ? അതാണ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു, അതന്നെ പറഞ്ഞ. സത്യമായിട്ട് പറയണോ? ഇല്ല ചേട്ടാ, കറക്റ്റായിട്ട് സാധാരണ നോർമലി ചെയ്യുന്ന കൂട്ടല്ല. എൻ്റെ അടുത്ത് കുറേ ചോദിക്കുമ്പോൾ ഞാൻ എന്തൊക്കെയൊക്കെയോ പറഞ്ഞില്ലേ, ചിലപ്പോൾ അതിൽ തെറ്റ് കാണും ശരി കാണും, പക്ഷെ എന്നിരുന്നാലും ചേട്ടൻ ഐഡിയൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ചോദിച്ചത്. എനിക്ക് ചിലപ്പോൾ എൻ്റെ വായിൽ നിന്ന് എന്തെങ്കിലും വന്നിട്ടുണ്ടെന്ന് ഉണ്ടെങ്കിലേ ഉള്ളൂ, പക്ഷെ ചേട്ടൻ ഐഡിയൽ ആയിട്ട് തന്നെ. നജീബിനോട് ആദ്യം ഒന്നും ചോദിച്ചില്ലല്ലേ? ഇല്ല, ചോദിച്ചില്ല. ഒരുപാട് സന്തോഷം, നന്ദി അറിയിക്കുന്നു. നന്ദിയുണ്ട് ഇവിടെ ഏറ്റവും കൂടുതൽ സംസാരിച്ച ഇന്റർവ്യൂ ഇതാണ്. എല്ലാം പുറത്തെടുപ്പിച്ചു. അതെ, സാധാരണ എന്തെങ്കിലുമൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ ചോദിക്കും, ഭയങ്കര ചോദിക്കും, എന്തെങ്കിലും പറയുമായിരിക്കും അങ്ങനെയൊക്കെ. പക്ഷെ ഇതങ്ങനല്ല, ഇത് ഞാൻ എന്തോരം സംസാരിച്ചത്. ഞാൻ ഇപ്പൊ ഇതൊക്കെ കഴിയുമ്പോഴേ നോക്കുന്ന കുറേ ഞാനിരുന്ന് പറഞ്ഞ് എന്തൊക്കെ പറഞ്ഞെന്നുള്ളത് എല്ലാം കാണാം. അപ്പോൾ നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കൂ. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഞാൻ അധികം ചോദിച്ചിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കണത്. പക്ഷേ നിങ്ങൾ രണ്ടുപേരും വർത്താനം പറഞ്ഞ അതിൻ്റെ ഒരു സ്റ്റൈൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങളുടെ ഒരു സ്നേഹമൊക്കെ എനിക്ക് മനസ്സിലായി. ആ സ്നേഹം എനിക്കും കിട്ടിയിട്ടുണ്ട്. നന്ദിയുണ്ട് സംസാരിക്കുന്നു. താങ്ക് യു. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, we present you the perfect English. WhatsApp now 9633 888 575.